ഷാക്കിർ, കാന്തപുരത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണോ? ഞാന് ബാബുവിന്റെ സംസാരം കേൾക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായവും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളുമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാർ ഉൾപ്പെടെ പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചർച്ചയിൽ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യന്റെ നിയമമല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തതാണ്. അതിൽ ആർക്കാണ് കുഴപ്പം? എന്താണ് പ്രശ്നം? ഇസ്ലാം അതും ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് താലിബാനൊക്കെ കൂട്ടിക്കെട്ടിയാൽ ഇപ്പോ RSSും ഹിന്ദു മതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതേപോലെ താലിബാനും ഇസ്ലാമും തമ്മിൽ താലിബാൻ ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ കാര്യങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ താലിബാനെ നോക്കി ഇസ്ലാമിനെയോ RSSനെ നോക്കി ഹിന്ദു മതത്തെയോ നമ്മൾ അളക്കാൻ പാടുണ്ടോ? അങ്ങനല്ലല്ലോ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരിക്കലും കഴിയില്ല. അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് നല്ല സംവാദം ആയിക്കോട്ടെ. പ്രേക്ഷകർക്ക് നമുക്ക് ഞാൻ സംസാരിക്കട്ടെ. ഒറ്റ കാര്യം താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. അല്ല, താലിബാൻ ചെയ്ത അനിസ്ലാമിക നിങ്ങൾക്ക് കണ്ടിട്ടുള്ള എന്താണ്? ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഇസ്ലാമികമാണ്. എല്ലാം നബിചര്യാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയുക താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. അല്ല, നിങ്ങൾ പുള്ളി ചെയ്തെന്ന് പറയും. താലിബാൻ ഒരു വ്യക്തിയാണോ? അതാ പറഞ്ഞു. താലിബാൻ ചെയ്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയും. ഒരെണ്ണം പറയൂ. എന്താണ് താലിബാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയൂ. താലിബാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും അത് രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് താലിബാനിലെ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ താലിബാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിട്ടില്ല താലിബാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഇസ്ലാമികമായിട്ട് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അന്ന് നിങ്ങൾ പറയൂ താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. അറിയാണെങ്കിൽ നമ്മൾ താലിബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് നമുക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങൾ എ പി ഉസ്താദിനെ അംഗീകരിക്കുകയും താലിബാനെ എതിർക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ കാന്തപുരം എ പി മഹാപണ്ഡിതനെ ഒരു മഹാപണ്ഡിതനെ നിങ്ങൾ താലിബാനുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതിന് അംഗീകരിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. ഞാനിപ്പോ 5ാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങളാണ് താലിബാനെ കുറിച്ച് മോശമായി പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. RSSന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം താലിബാന്റെ കാര്യം തീരുമാനമാക്കാം. നിങ്ങൾ ആദ്യം താലിബാന്റെ കാര്യം പറയൂ. അല്ല, നിങ്ങൾ എന്തിനാണ് താലിബാനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് RSSനെ പിടിക്കണേ? നമുക്ക് ആദ്യം താലിബാനെ കയറി. ഇന്നിപ്പോ ഇവിടെ താലിബാനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച? ഇവിടെ RSS അല്ലല്ലോ വിഷയം. താലിബാനല്ലല്ലോ ചർച്ച. ഇവിടെ താലിബാനാണ് ചർച്ച. താലിബാനിസമാണ് ചർച്ച. എ പി ഉസ്താദ് പറഞ്ഞത് താലിബാനിസമാണ്. ഞാൻ സ്ഥാപിച്ചു കാണിച്ചു തരാം. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു എക്സ് മുസ്ലിമിനോടാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് മിനിമം വേണം. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളാണ്. എന്നാ നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്ത കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. ഒരേ ഒരു കാര്യം. ഡോക്ടർ ആരിഫ് അതേ ഒന്ന് പറയട്ടെ. എക്സ് മുസ്ലിം സ്വയം അവകാശപ്പെട്ട് ഇസ്ലാമിന്റെ ബാലപാടും പോലും അറിയാത്ത നിങ്ങളോടൊന്നും പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയമാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിനെ ഗോവിന്ദൻ കൗണ്ടർ ചെയ്യുകയും ഇന്ന് TM തോമസ് ഐസക് തിരിച്ചു പറയുകയും ഒക്കെ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാണ് അതിൽ അസ്വസ്ഥത കാണിക്കുന്നത്? RV ബാബുവിനോടോ അല്ലെങ്കിൽ ജാമിദയോടോ നുസ്രത്തിനോടോ നിങ്ങൾ ആരും അത് അംഗീകരിക്കണമെന്നില്ല. അത് ഇഷ്ടമുള്ള ആളുകൾ അംഗീകരിച്ചോട്ടെ, വിശ്വാസികൾ സ്വീകരിച്ചോട്ടെ. അല്ല, പക്ഷേ ഷാക്കിർ എന്നാലും അത് ചർച്ച ചെയ്യണ്ടേ? ഷാക്കിർ ഒന്ന് കുഴപ്പമില്ല, ചർച്ച ചെയ്തോളി. ആർക്കും ചർച്ച ചെയ്യാം. നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു കുഴപ്പമില്ല. അതിന്റെ ശരിയും തെറ്റും ചർച്ച ചെയ്യുകയോ അതിന്റെ മറ്റെന്തും ചർച്ച ചെയ്ത ഒരു കുഴപ്പമില്ല. പക്ഷേ
കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഒരു മഹാ അതായത് താലിബാനോട് ഉപമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. താലിബാൻ വേറെ ഒരു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയുടെ ആളല്ല. കാന്തപുരം ലൈനും താലിബാനിസവും ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കാന്തപുരം പറയുന്നത് എന്താണ്, അതാണ് താലിബാനിസം. അവർ പ്രയോഗത്തിൽ സ്ത്രീകളോടൊരു സമീപനം പ്രത്യേകിച്ച് നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അടിസ്ഥാനപരമായി സ്ത്രീകളോട് ഇസ്ലാമിന്റെ സമീപനം മനസ്സിലാക്കിയാൽ സ്ത്രീകൾ അതാണ് അറിയേണ്ടത്. രണ്ട് സ്ത്രീകളുണ്ട് ഇവിടെ. ഷാക്കിർ, രണ്ട് സ്ത്രീകളുണ്ട്. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ആ സമീപനമാണ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു വെച്ചത്, അല്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. രണ്ട് സ്ത്രീകളെ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ രണ്ടുപേരും ഒന്ന് ജാമിദയും നുസ്രത്തുമാണ്. ഇവരെന്ത് ജീവിത ശൈലിയാണ്? അഭിപ്രായം അവരുടെ കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിന്റെ വ്യൂ എടുക്കണേ, സെൻസിൽ എടുക്കണേ പ്ലീസ്. കുറിച്ചും അല്ല ഇസ്ലാമിനെ കുറിച്ചും ഇപ്പൊ എന്നോട് പിന്നെ എന്താ പറയാ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഹൃത്ത് അദ്ദേഹം നമുക്കറിയാലോ. അദ്ദേഹം ഇന്നാൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം SFI ആയിരുന്നു, പിന്നെ വേറെ കുറെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇതിൽ പോയതാണ്, ഇപ്പൊ ഞാൻ മുസ്ലിം ആയി. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ആയിക്കോട്ടെ. നിങ്ങളൊന്നും ഇതിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അനിൽ നമ്പ്യാർ. ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞുതരൂ. നിങ്ങൾ മതം പഠിച്ച നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, നിങ്ങൾക്ക് എന്നെക്കാളും മതം അറിയാമെന്ന് നിങ്ങൾ പറയുന്നു, എനിക്ക് മതം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറഞ്ഞുതരൂ. 1 പട്ടി, 2 കഴുത, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. നിങ്ങൾ ഒരു മിനിറ്റ്, ഇത് രണ്ടെണ്ണം ഇത് ആരും നിങ്ങളോട് പറഞ്ഞത്? ഹദീസ് നിങ്ങൾ പോയി വായിക്കണ്ടേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹദീസ് പഠിച്ചിട്ടില്ലേ? ഹദീസ് നമുക്ക് എടുക്കാലോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് ഞാൻ എഴുതിയ ഹദീസ് അല്ല. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു നോക്കി, ഇസ്ലാമിലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലോ ഹദീസ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ ജീവിത ചര്യയാണ് ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയിലോ ഇല്ലാത്ത നമുക്ക് റെഫറൻസ് ഇവിടെ എടുത്തു. മനസ്സിലാക്കി വെച്ചിട്ടാണോ നിങ്ങൾ റെഫറൻസ് ഇവിടെ എടുത്തു? അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അനിൽ നമ്പ്യാർ. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സഹീ ബുഖാരി. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. താങ്കൾ താങ്കളുടെ കയ്യിലുള്ള ഹദീസ് ഒന്ന് കാണിച്ചേ. ഞാനിവിടെ വായിക്കാം. സഹീഹ് ബുഖാരി 511. ഓക്കെ, ബുഖാരി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. നമ്മളുടെ സംഘപരിവാറിന്റെ നമ്മളുടെ ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ എന്താണ് സംഘചാലകാണ്. ഓക്കെ, അദ്ദേഹം എഴുതിയ സാധനമാണ് 511ാമത്തെ ഹദീസ്. അതിൽ എഴുതിയിരിക്കുന്നത്, the things which annul the prayers were mentioned before me. They said prayer is annulled by a dog, a donkey and a woman. നിങ്ങൾ പോയി മദ്രസയിൽ പോയി പഠിക്കേണ്ട പൊന്നു ഷാക്കിർ. എനിക്കതേ പറയാനുള്ളൂ. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിലെ സ്ത്രീ ഇത് സ്ത്രീയോട് തന്നെ ചോദിക്കാം. ഇപ്പോഴും ജാമിദോട് ചോദിച്ചോ? ഇസ്ലാം മതത്തെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം. അതെ, ശ്രീ അനിൽ മറ്റു കാര്യം പറയട്ടെ. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. 1. ഹദീസില്ലേ? 2 ഹദീസാണ്. രണ്ടാമത് ഈ ഹദീസിലെ സാധനമാണ് ഞാൻ വായിച്ചത്. അല്ലെന്നേ നിങ്ങൾ ആണെന്നേ. അത് ശരി. അതെങ്ങനെ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. ഓക്കെ, അന്ന് നിങ്ങളൊന്ന് തെളിയിക്കും. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ആണൊരുത്തനായിട്ടുള്ള ഒരു നേതാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും. ഈ ചർച്ചയിലെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണ്ടേ? നിങ്ങൾ തെളിയിക്കുകയാണ് കുറച്ച് സമയമായിട്ട്. അവര് പറയട്ടെ. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഷാക്കിർ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറയുന്നതാണോ ശരി? ഏതാണ്? ഷാക്കിർ ആദ്യം തന്നെ എന്നെ മുസ്ലിമായിട്ട് കണക്കാക്കിയില്ല. മുസ്ലിം ലീഗിലെ ഷാക്കിറിനോ പാണക്കാട് തങ്ങന്മാർക്കോ അല്ല എന്നെ മുസ്ലിമാണോ ഹിന്ദുവാണോ
ഞാനങ്ങനെ പറഞ്ഞില്ല. അങ്ങനല്ല. ഓക്കെ, ഞാൻ ആരാണെന്നുള്ളത് എന്റെ ദൈവവിശ്വാസം എന്റെ ഉള്ളിൽ കരുതുന്ന ഒരാളായ ഞാൻ പറയാം, നിങ്ങളെ രണ്ടുപേരുടെ അഭിപ്രായം ശ്രദ്ധിക്കണം. ദ്വയാർത്ഥ പ്രയോഗം പാടില്ല, മതനിന്ദ പാടില്ല, സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പാടില്ല. എല്ലാവരും നമ്മുടെ ഗസ്റ്റുകളെ ബി കെയർഫുൾ കേട്ടോ. ഓക്കെ, ഞാന് ഇസ്ലാമിക രീതിയിലാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇസ്ലാമിക രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഒരു ബിക്കിനിട്ടോ വേറൊന്നും ശരീരത്തിന്റെ ഭാഗം കാണിച്ചോ ഒന്നും നടക്കുന്ന ഒരാളല്ലേ. ഏത് വിധത്തിൽ നോക്കിയാലും ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ്. ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ള വാക്കാണ് ഇസ്ലാം ഖുർആനിൽ യൂസ് ചെയ്ത്. ആ ഡിഗ്നിറ്റി യൂസ് ചെയ്ത് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. തലയിൽ ഇടാത്തത് കൊണ്ട് തലയിൽ തട്ടം ഒരു ഇസ്ലാമിക ചിഹ്നമാണോ എന്നുള്ളത് പിന്നെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട്. മാറത്തേക്ക് തുണിയിടുക എന്ന് പറഞ്ഞ ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തലേന്റെ മുണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ ദുബായ് ഷെയ്ഖിന്റെ മകള് ഡിവോഴ്സ് ചെയ്ത് അവരെ കല്യാണം ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന്റെ രീതിയിലാണ് ദുബായ് ഷെയ്ഖിന്റെ മകളെ കല്യാണം. അതൊക്കെ ഇവര് ലൈക്കടിക്കും, ഇവർക്കൊന്നും പറയാനില്ല, കാരണം രാജാവിന്റെ മകളാണ്. നുസ്രത് ജഹാന്റെ തട്ടം വീണുപോണ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന, ഞാൻ 3 വയസ്സായെന്ന് തൊട്ട് കേൾക്കണ. ഞാൻ അതുകൊണ്ട് തട്ട ഇടാറില്ല. ഒരാളിനെ വർഷങ്ങളോളം ഇരുന്ന് പലതും പറഞ്ഞു നോക്കി ഒരു കൂട്ടാൾക്കാര്. ഞാൻ വിചാരിച്ചു ഇനി തീരെ ഇടുന്നില്ല എന്ന് വിചാരിച്ച്. അതാണ് ഇപ്പൊ അതിന്റെ തീരുമാനം. പിന്നെ ജെനിഫർ ലോപ്പസ് വന്നിട്ട് പർദ്ദ അങ്ങോട്ട് ഊരിയിട്ടിട്ട് അവരുടെ ആ ഒരു ഡാൻസ് പാട്ട് കണ്ടതല്ലേ സൗദി അറേബ്യയില് 3 മാസം മുമ്പേ. അപ്പൊ സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ല, അഫ്ഗാനാണ്, താലിബാനാണ് ഇസ്ലാമിക രാജ്യം, കേരളാണ് ഇസ്ലാമിക രാജ്യമാണെന്നാണോ മുസ്ലിം ലീഗും കാന്തപുരം ഉസ്താദൊക്കെ പറയുന്നത്? അവിടെ ഉള്ളവര് മാത്രമേ ഇസ്ലാം പഠിച്ചിട്ടുള്ളൂ. പർദ്ദ എല്ലാരും പർദ്ദ ഊരി എറിയുമ്പോ ഇവിടെ പർദ്ദയിലുള്ള മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവരും. ഒരു തലക്കെന്ന് പാണക്കാട് തങ്ങൾ പറയും ഇതാണ് ഇസ്ലാമിക രീതി, അതിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് പിന്നെ സമസ്ത പറയും. അപ്പൊ സമസ്തനെ കുറ്റം പറഞ്ഞ് ഇവര് പറയും. അപ്പൊ എല്ലാം കഴിയുമ്പോ അവസാനം കാന്തപുരം ഉസ്താദ് ബുഖാരിയൊക്കെ പഠിച്ച, ബുഖാരിയിൽ ലെസൺ എടുക്കുന്ന ആളാണ്. ദിവസം എപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട്. കാന്തപുരം ഉസ്താദിനെ പേഴ്സണലി അറിയാം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുമാണ്. പക്ഷെ പെണ്ണുങ്ങളെ വിഷയത്തിൽ മൂപ്പര് വരുമ്പോ പ്രസവിക്കാനുള്ള യന്ത്രം എന്ന് പലതവണ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം പറയുമ്പോ പിന്നെ നമ്മുടെ ഒരു ഒരു ഖുർആനിലെ ഒരു സൂറത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിറങ്ങിയെന്ന് ഉദാഹരണം പറയാ. കിസ്സത്തിൽ ഇഫ്ക് ഒരു കിസ്സ, ഫൊർഗീവ്നെസിന്റെ ഒരു കിസ്സ പറയുന്ന ഒരു ഇത് സൂറത്തുൽ നൂറില് 11 തൊട്ട് 18 ആയത്ത് വരെ പറയുന്നത് ആയിഷ ബീവി യുദ്ധത്തിന് പോയപ്പോ ഖന്തക് യുദ്ധത്തിന് പോയപ്പോ അവിടെ വെച്ച് മാല നഷ്ടമായി എത്തി. അവരുടെ കൂടാരങ്ങളിൽ എത്തിയപ്പം നെക്ലേസ് ലോസ് ആയത് കണ്ട് ആയിഷ ബീവി വീണ്ടും തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് ഒരു ഖുറൈശി ഇവരെ പറ്റി അപവാദം, ഇവരെ കൊണ്ടുവന്ന ക്യാമലിന്റെ റൈഡറായിട്ട് ഇവര് പോയി എന്നുള്ള അപവാദം വന്നിട്ട് ഈ റസൂലുള്ളാഹിയും ഈ ആയിഷ ബീവിയും തമ്മിൽ എത്രയോ ദിവസങ്ങൾ പിണങ്ങി നിന്ന് പിന്നെ സത്യം മനസ്സിലായി ഫോർഗീവ് ചെയ്ത് ഒക്കെ കൊടുത്ത ഒരു കഥ വരുന്നുണ്ട്. അതാ യുദ്ധത്തിന് പോയതാ. അപ്പൊ ഈ ആണും പെണ്ണും ഖന്തക്ക് യുദ്ധത്തില് പെണ്ണുങ്ങളെ ഡിവൈഡ് ചെയ്ത് മറട്ടിയിരുന്നോ, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാന്തപുരം തന്നെ പറയുമ്പോ വേറെ ആരും അല്ലല്ലോ. അപ്പൊ വേറെ ആരാണെങ്കിൽ നമുക്ക് ഇത്രയും ലെസൺ എടുക്കണോ, എത്രയോ പേർക്ക് ഗുരുനാഥനായിട്ടുള്ള ഒരാളാ. അപ്പൊ ഈ അത് സൂറത്ത് ഇറങ്ങിയപ്പോ അതിൽ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിന് തെളിവാണ്. സ്ത്രീകൾ പങ്കെടുത്തു യുദ്ധത്തിന് എന്ന് പറയുമ്പോ അവിടെ ഏത് വസ്ത്രമാണോ എന്താണോ എങ്ങനെയാന്നുള്ള ഒന്നും പറഞ്ഞിട്ടല്ല, യുദ്ധത്തിൽ പങ്കെടുക്കാന്നുള്ള. അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. വിമാനം ഓട്ടുമ്പോ ഇപ്പൊ കോ പൈലറ്റ് വലിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു മലപ്പുറത്തുനിന്നും കോഴിക്കോട് ഒക്കെ പെൺകുട്ടികൾ ഇപ്പൊ വിമാനം പറത്താനും എയർപോർട്ടിലും ജോലിയിലും ഒക്കെ ചെയ്യണ്ട. അവിടെയൊക്കെ ഇപ്പൊ ഒരാള് തളർന്നു വീഴേ ഒക്കെ ചെയ്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ അവിടെയൊക്കെ ജോലി ചെയ്യാനുള്ളത്. ഞാൻ ഉണ്ടായൊരു ഫീൽഡായോണ്ട് പറയാം. ഈ കാന്തപുരം ഉസ്താദിനെയും ഈ പാണക്കാട് തങ്ങന്മാരെയും ഒക്കെ ബോർഡിംഗ് പാസ് കൊടുത്ത് എയർക്രാഫ്റ്റ് വരെ അനുഗമിച്ച ആളാ ഞാന്. അപ്പൊ അവർക്ക് ആൺ പെണ്ണൊന്നൊന്നുമില്ല. നമ്മളവിടെ ജോലി ചെയ്യണം. നമ്മളെ ഡിഗ്നിറ്റിയോടെ നമ്മൾ ഡീസന്റ് ആയിട്ടുള്ള യൂണിഫോം ധരിച്ച് അവിടെ ചെയ്യണം.
അവിടെയൊന്നുമില്ല, ഇവർക്ക് വേണ്ട. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ അറിയോ, ഇവര് പറയുന്ന ഇസ്ലാം ഏതാണ്? ഇവർക്ക് ആവശ്യമുള്ളപ്പോ സിനിമശാല ഉണ്ടാക്കുക, സിനിമ കാണുക, സിനിമയിൽ അഭിനയിക്കുക. ഇവരാൾക്കാരാണെങ്കിൽ, ആണാണെങ്കിൽ, പെണ്ണിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിരോധം. ഇന്ത്യയിലെ എല്ലാ വലിയ ആർട്ടിസ്റ്റും മുസ്ലിങ്ങളാ. ബോളിവുഡ് സിനിമ നോക്കുകയാണെങ്കിലും എല്ലാം ഒരു ആദ്യം തൊട്ടേ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ തട്ടിട്ടില്ലെങ്കിലോ, കേരളത്തിലും അങ്ങനെ തന്നെ. അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ തട്ടിട്ടില്ലെങ്കിലോ അതൊരു പ്രശ്നമല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു പെൺകുട്ടി അവിടെ ആ സിനിമ അഭിനയിച്ച് വന്നാലില്ല, ബാക്കിയുള്ള ചെറിയ നടന്മാർക്കും പ്രശ്നമുണ്ട്. അവരെ ഭാര്യമാരെ തട്ടിട്ടില്ല, സിനിമ അഭിനയിക്കുന്നത്. അപ്പൊ ഇത് പണത്തിന്റെ പവറിലാണോ ഈ തട്ടവും ഇസ്ലാമും ഒക്കെ വരുന്നത്? ഇപ്പൊ കേരളത്തിൽ വേറെ എവിടെയില്ല കേട്ടോ അതൊന്നും, ഈ കേരളത്തിൽ നിന്നുള്ളത്. ഇവർക്ക് അപ്പൊ ഇതാണ് ഇത്രയും വലിയ ഒരു കാര്യം ചോദിച്ചോട്ടെ. യെസ്, തികച്ചും ജനാധിപത്യപരമായ സംവാദമാണ്. ഷാക്കിർ ഇടപെട്ട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു. ഷാക്കിറിലേക്ക് പോകുന്നു. ഷാക്കിർ, എന്നോടാ ചോദിച്ചേ? യെസ് ഷാക്കിർ, ചോദിക്കാം. അതായത് ഇപ്പോ പിന്നെ ചില രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്, ചില രാജ്യങ്ങൾ മറ്റു രീതിയിലാണ്. മമ്മൂട്ടിയുടെ വൈഫിനൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ താത്തക്ക്, അതായത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. വ്യക്തികൾ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തികൾ വിശ്വസിക്കുന്നതോ ഇപ്പൊ ഈ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നതോ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുന്നതോ അല്ലല്ലോ ഇസ്ലാം. അത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വ്യക്തിപരമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രണ്ടെണ്ണം, ഒന്ന് വിശുദ്ധ ഖുർആനും മറ്റു നിങ്ങൾ ആ വ്യക്തി ഇന്നത് ചെയ്തു, ഈ വ്യക്തി ഇന്നത് ചെയ്തു. ഇപ്പൊ പല വിശ്വാസവും പല AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അതോ AP ഉസ്താദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ? AP ഉസ്താദ് പറഞ്ഞ ഇസ്ലാമാണോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു തുടക്കത്തില് അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത്. AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? കേരളത്തിൽ ജീവിച്ചിരിക്കണതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ഇസ്ലാമികപരമായിട്ട് AP ഉസ്താദ്. ഇപ്പോഴും ഈ പ്രായത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അയാള് മുസ്ലിം അല്ലേ? അല്ല, അയാൾ പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? അറിയേണ്ടത് ആരിഫെ, നമുക്ക് അതല്ല അറിയേണ്ടത്. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസും മുൻനിർത്തിയാണോ അല്ലേ ഷാക്കിറെ? അത് മാത്രമേ അറിയണ്ടൂ. ഖുർആനിലും ഹദീസിലും ഉള്ളതാണോ പറഞ്ഞത്? നിങ്ങള് ജനൻ ടിവിയുടെ പിന്നെ അവതാരകനും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുപോലെ ചോദിക്കുന്ന അതൊന്നും ഇവിടെ വിഷയമല്ല. ഒറ്റ നമുക്ക് വിഷയമാണ് പ്രധാനം. ചോദ്യമേ ഉള്ളൂ ഷാക്കിറെ, ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസുമാണോ അല്ലേ? ഞാൻ തുടക്കത്ത് പറഞ്ഞത് ശ്രീ ജാമിദ കേട്ടിട്ടില്ലേ? തുടക്കത്ത് പറഞ്ഞു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അനുസരിച്ച് വിശ്വാസികളോട് പറഞ്ഞ സംഗതിയാണ്. അത് 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 അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അങ്ങനെയാണ്. അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത്? നുസ്രത്തിനോടോ നിങ്ങൾ എന്തിനാ? അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. പിന്തിരിപ്പൻ ആശയങ്ങളെ എതിർക്കാൻ ജനാധിപത്യ സമൂഹത്തിൽ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. അല്ല, എതിർത്തോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അങ്ങനെ ജീവിക്കണില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. ആരും തടസ്സല്ല, നിങ്ങൾ പറഞ്ഞോളൂ. അതല്ല ഇവിടുത്തെ വിഷയം അതല്ല ഷാക്കിർ. ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നത് ഷാക്കിറിന്റെ പെർമിഷൻ എനിക്ക് വേണ്ട. പറഞ്ഞത് ഷാക്കിറെ AP കാന്തപുരം പറഞ്ഞത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലേ? ആണെങ്കിലും എനിക്ക് മറുപടിയുണ്ട്, അല്ലെങ്കിലും എനിക്ക് മറുപടിയുണ്ട്. ഷാക്കിർ അതിനെ പ്രതിനിധീകരിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മറുപടി പറയും. അല്ല 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 ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിനിധീകരിക്കാൻ വന്നതല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണെന്നാണ് പറഞ്ഞത് ഷാക്കിർ. എന്റെ സ്റ്റേറ്റ്മെന്റ് വെരി ക്ലിയർ ആണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള മതസംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അംഗീകരിക്കാത്ത ഒരുപാട് പണ്ഡിതന്മാര് കേരളത്തിലില്ലേ? ഈ പണ്ഡിതൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആരാ ഇസ്ലാമില് പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നത്? ആ നിശ്ചയിച്ചവര് മുഴുവൻ ഇസ്ലാം പഠിച്ചിട്ടാണോ ഇവിടെ പറയുന്നത്? അതും ഒരു ചോദ്യ. കാരണം ഈ ഖുർആനിലുള്ളത് ഖുർആൻ അംഗീകരിച്ച് ജീവിക്കണവരോടാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഖുർആൻ അംഗീകരിച്ച് മറുപടി ഞാൻ കൊടുക്കാം. അതല്ല എന്റെ മറുപടി. അതായത് ഖുർആൻ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലൂടെ AP അടക്കം ഇന്ന് AP സുഖിപ്പിച്ചുകൊണ്ടുവന്ന ഉസ്താദിനെ അടക്കം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ ഗ്രന്ഥമാ. ഞാൻ പറഞ്ഞു തരാം വചനം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും
അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. ഇതിന്റെ മറുപടി ഞാൻ വേറെയും തരാം. AP കാന്തപുരത്തിന്റെ പെങ്ങന്മാരുണ്ട്, ഭർത്താവില്ലാത്ത പെങ്ങളുണ്ട്, അവരുടെ മക്കൾ MBBS പഠിച്ചവരുണ്ട്. വേണോ തെളിവ്? ഞാൻ എടുത്തു തരാം തെളിവ്. അവരെ ആരാ പഠിപ്പിച്ചത്? അവരെ മിക്സ്ഡ് സ്കൂളുകളിൽ തന്നെയല്ലേ പോയി പഠിച്ചത്? അല്ലെ? അവിടെ ആണും പെണ്ണും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇദ്ദേഹം നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് മർക്കസിന്റെ സ്കൂളുകൾ എമ്പാടുമുണ്ട്. അവിടെയൊക്കെ സ്ത്രീ അധ്യാപകരില്ലേ? അവിടെ ആൺകുട്ടികളില്ലേ? അതുപോലെ അധ്യാപകന്മാരില്ലേ? അവിടെ പെൺകുട്ടികളില്ലേ? അപ്പൊ ഒരു പൊതുസമൂഹത്തിൽ ഒരു കാര്യം പറയുമ്പോ അത് ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. ഇവരുടെ ഉറൂസില്ലേ? അതുപോലെ ഇവരുടെ നോളജ് സിറ്റിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെക്കട്ടെ, നമുക്ക് പറയാം. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവർക്കെല്ലാം ചക്കരയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, AP പറഞ്ഞതില് ഒരുപാട് വസ്തുതകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ വസ്തുതകളെ ഇവരാദ്യം അംഗീകരിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ, ആ 2 എണ്ണത്തിൽ 2 നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴയ്ക്കുകയില്ല. കിതാബില്ല, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, 2 സുന്നത്ത് റസൂലില്ല, 2 പ്രവാചകന്റെ ചര്യയാണ്. ഇത് 2ഉം പ്രവാചകന്റെ പത്നിയായ ആയിഷ ആദ്യം വലിച്ചു ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് ഷാക്കിർ ഒന്ന് പറയട്ടെ. ജമൽ യുദ്ധം, ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം ചെയ്തിട്ടുണ്ട് ഭാര്യ ആയിഷ. ഈ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചർച്ചയിൽ ഈ എന്താ പറയാ, പിന്നെ ഈ എവിടുന്നൊക്കെ കിട്ടിയ, എവിടുന്നൊക്കെയല്ല, മദ്രസയിൽ നിങ്ങൾ പഠിച്ച മദ്രസയിൽ കിട്ടാത്തത്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ പോയി പഠിച്ചിട്ട് വരൂ, അതല്ലേ വേണ്ടേ? ഞാൻ സംസാരിക്കട്ടെ, സംസാരിക്കാൻ വിടൂ പ്ലീസ്, അനുവദിക്കൂ പ്ലീസ് പ്ലീസ്. ഓക്കെ, അതായത് ഈ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 ആളുകളെ ചുറ്റും ഇരുത്തി നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയുമ്പോ, അതായത് വിവരക്കേട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ നേരത്തെ ആരി പറഞ്ഞു ഇല്ലാത്ത ഒരു ഹദീസ്, നിസ്കാരത്തിന് മുമ്പിലൂടെ കഴുതയോ ഇല്ലാത്ത ഹദീസോ, ഹദീസിന്റെ നമ്പർ അടക്കല്ലേ ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ ഇല്ലാത്ത ഹദീസ് എന്ന് പറയുന്നത് അത് നുണയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഇല്ല എന്നല്ല പറയേണ്ടത്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. ഞാൻ അതിന്റെ ഹദീസ് നമ്പർ അടക്കാണ് പറഞ്ഞത്. സഹീഹ് ബുഖാരി 511. നിങ്ങൾ പുസ്തകം എടുക്കൂ, നിങ്ങൾ മൊബൈലിലില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഇസ്ലാമിലെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. അങ്ങനെ പറ, അത് കറക്റ്റ്, അത് കറക്റ്റ്, അത് ശരി. ഒരു മിനിറ്റ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കളവുണ്ടല്ലോ, ഈ ഇത് കളവല്ല, അത് കളവാണെന്ന് തെളിയിക്കാൻ ഷാക്കിറിനെ ഞാൻ വെല്ലുവിളിച്ചു. ഷാക്കിർ അത് തെളിയിച്ചാൽ ഞാൻ കലിമ ചൊല്ലുന്ന ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി കലിമ ചൊല്ലാൻ ഉള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി ഞാൻ വായിക്കാം. ഒരു ഹദീസും കൂടി പ്ലീസ്, എനിക്ക് ഒരു ഹദീസും കൂടി വായിച്ചേ പറ്റുള്ളൂ. അടുത്ത ഹദീസ് പ്ലീസ്. ഒരുമിച്ച് പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കല്ല. നിങ്ങൾ നേരത്തെ ഈ ജനൻ ടിവിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്ന് ഇസ്ലാം മതം വിശ്വസിപ്പിക്കും. കാരണം അങ്ങനെയാണ്. നിങ്ങൾ കളവായിട്ടുള്ള ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ ആ ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞ അറബിയിലുള്ളതാണ്. അതിന്റെ മുഴുവൻ സത്യസന്ധമായിട്ട്. ശരി, അപ്പൊ അറബി വായിക്കാത്താണ് കുഴപ്പം. നമുക്ക് അറബി വായിച്ചളയാം. അതിന്റെ ഞാനിപ്പോ ഈ ഇസ്ലാമിക പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കല്ല. എന്നാ പിന്നെ നിങ്ങൾ നുണയാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഹദീസിന്റെ നമ്പർ ഞാൻ പറഞ്ഞൊന്നുമില്ലേ? നിങ്ങൾ പോയി പരിശോധിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടില്ലേ? AP ഉസ്താദിനെ വിളിക്കേ, അല്ലെങ്കിൽ നിങ്ങളുടെ പാണക്കാട് തങ്ങളെ വിളി. ഓ തങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേ, എന്നിട്ട് പറയും. നിങ്ങൾ വെറുതെ ഇരുന്ന് നുണയാണെന്ന് പറഞ്ഞാൽ ഇത് നുണയാവില്ല. വെറുതല്ല, അത് നമുക്ക് അടിസ്ഥാനപരമായ കാര്യം കൃത്യമായി അറിയുന്ന. ഞാൻ ഹദീസിന്റെ നമ്പർ പറഞ്ഞു, ബുഖാരി 511. നിങ്ങൾ പോയി അന്വേഷിക്കൂ. 510. ഇവിടെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് എന്താ തപ്പി നോക്കിയാൽ മൊബൈലില്ലേ കയ്യിൽ? നിങ്ങൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുക്കണ്ടല്ലോ. നിങ്ങൾ എടുക്കൂ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ അതാ പറഞ്ഞേ, റെക്കോർഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് മാത്രം സെർച്ച് ചെയ്യാം. ഓക്കെ, ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് സെർച്ച് ചെയ്യുമ്പോ sunna.com സൗദി അറേബ്യ ഗവൺമെന്റ് അവിടെ ഇറക്കുന്ന അവരുടെ ആ കേന്ദ്രീകൃത സംവിധാനമാണ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ. അതെടുക്കുക. അതിനകത്ത് നമ്പർ അടക്കാണ് ഞാൻ പറഞ്ഞത്. ബുഖാരി 511. അതിനകത്ത് വായിക്കാം. ഇനി അറബി 11ാമത്തെ ഹദീസ് അത് എന്താണെന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് അതെ ഇപ്പൊ തന്നെ പറഞ്ഞോ. ഒരു മിനിറ്റ്.
ആരിഫ് ഷാക്കിർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഷാക്കിർ പഠിച്ച ഹദീസ് ഏതാ? അത് പറയൂ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പാണ്ഡിത്യം പിന്നെ എന്നാൽ ഇതൊക്കെ അടിസ്ഥാനപരമായി അറിയേണ്ടതല്ലേ ഷാക്കിർ? ഇല്ലാന്ന് പറയുന്നത് ഇതിൽ പാണ്ഡിത്യം വേണ്ടാലോ, വലിയ അവഗാഹം വേണ്ടാലോ. നിങ്ങൾ ഞാൻ മദ്രസ പഠിച്ച എന്നെ കൂടി ഇവിടെ പറയാൻ കഴിയാതെ അതെങ്ങനെ? ഞാൻ മദ്രസ ഷാക്കിർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി. എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഷാക്കിർ ആദ്യം പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് നല്ല പാണ്ഡിത്യം ഷാക്കിറിന് ഉണ്ടാവണ്ടേ? ഇപ്പൊ ഷാക്കിർ പറയുന്നു ഷാക്കിറിന് ഇസ്ലാമിക പാണ്ഡിത്യമില്ല. അല്ല, അടിസ്ഥാനപരമായി എന്താ അറിയുന്നത് ഷാക്കിറിന്? അത് പറയൂ ഷാക്കിർ. അനിൽ നമ്പ്യാർ ഒരു കാര്യം. അനിൽ നമ്പ്യാർ, ഞാൻ ആ ഹദീസ് SMS മീൻസ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലത്. ആ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഒരു ഹദീസും കൂടി ഞാനൊന്ന് വായിക്കുകയാണ്. അടുത്ത ഹദീസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്ത്രീ ഒരു സ്ഥലം ഭരിച്ചാൽ, ഒരു ഭരണാധികാരിയായിട്ട് ഒരു സ്ത്രീ വന്നാൽ ആ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഒരു ഹദീസാണ്. വായിച്ചു കളയാം. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് Al-Jamal, Allah benefited me with a word. When the Prophet heard the news that the people of the Persia had made the daughter of Khosrau their queen, he said, never will succeed such a nation as makes a woman their ruler. ഏതൊരു നാട് അവരുടെ ഭരണാധികാരിയായ ഒരു സ്ത്രീയെ അപ്പോയിന്റ് ചെയ്യുന്നു, ആ നാട് കോണം പിടിക്കില്ല. സഹീഹ് ബുഖാരി 7099. ഷാക്കിറിന് ആ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ പറയും ഇത് ഗൂഗിൾ അല്ല, നിങ്ങൾ ഈ ആരെ പറ്റിക്കുന്നത്? ഇത് വല്ല മദ്രസ പിള്ളേരെ പറയും ഗൂഗിളിൽ നിന്ന് തപ്പിയാൽ കിട്ടും. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനാണ്. അതെങ്കിലും മനസ്സിലാക്കുക. പൊന്ന് മദ്രസ ഷാക്കിറെ, അതെങ്കിലും മനസ്സിലാക്ക്. ഓക്കെ, ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എഴുതി വെക്കണ സാധനമൊന്നുമല്ല. അതൊരു സെർച്ച് എഞ്ചിനാണ്. ഈ ഇന്റർനെറ്റിൽ ഏതെങ്കിലും പുസ്തകത്തിൽ ആ സാധനം ഉണ്ടെങ്കിൽ അത് തപ്പിക്കൊണ്ട് പിടിച്ചു വരുന്ന ഒരു എഞ്ചിൻ മാത്രമാണ് ഈ പറയുന്ന ഗൂഗിൾ. ഷാക്കിർ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു മിനിറ്റ്. അതായത് ഇപ്പോ ഇവര് പറഞ്ഞൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന്, അങ്ങനെ ഹദീസ് പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഷാക്കിർ പഠിച്ച ഹദീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ കുറിച്ച്? അത് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി. അതിന് വലിയ പാണ്ഡിത്യം ആവശ്യമില്ലല്ലോ. അടിസ്ഥാനപരമായി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ഇപ്പൊ 2 കാര്യങ്ങൾ. ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ഷാക്കിറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നിങ്ങള് സത്യത്തിൽ 3 പേരും കൂടി വല്ലാണ്ട് വേർക്കുന്നുണ്ട്. നമ്മളതിനെ വേർക്കുന്നത് നിങ്ങൾക്കാണ് വേർക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഒതന്റിക്കായിട്ടുള്ള ഹദീസ് അല്ല എന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ വലിയ വിഷമമായി മാറിയിരിക്കുകയാണ്. ഈ ജനം TVയിൽ മാത്രമല്ല, നിങ്ങൾ പൊതുവെ ഒന്നുകിൽ നിങ്ങളുടെ ധാരണ പിശക്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുതാ മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേട്, ഈ 3-1 കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യാപകമായി കളവ് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുത്ത വിഷയം എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. ആ പരാമർശത്തെ കുറിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കും പറയാം. ഞാൻ പറഞ്ഞു അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. അതിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേലിട്ട് കുതിര കയറാൻ നിൽക്കണോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഇസ്ലാമാണോ പറഞ്ഞത്? അതെ, അത് ഇസ്ലാമാണോ എന്നാണ് ചോദ്യം. ഇത് ഇസ്ലാമാണോന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ അഭിപ്രായം ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് ഈ വിഷയത്തെ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വീട്ടിനകത്ത് പറഞ്ഞതല്ല. വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പറഞ്ഞതല്ല. അദ്ദേഹം എവിടെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ട്. ജനാധിപത്യ സമൂഹത്തിൽ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. ജീവിക്കണം നിങ്ങൾ ഇഷ്ടത്തിനല്ലേ? ഇസ്ലാം അനുസരിച്ചാണോ? അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചോ? ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളിഷ്ടം, നിങ്ങൾ എങ്ങനെ അനുസരിക്കാത്ത എന്താണ്? വിശ്വാസികളോടാ പറഞ്ഞത്. വിശ്വാസമായോ?
മുസ്ലിം ലീഗിൽ വന്ന ഇസ്ലാമായോ? മുസ്ലിം ലീഗിന്റെ പണി ഇതുവരെ വിഷയത്തിലേക്ക് വന്നിട്ടേയില്ല. മതപുരോഹിതനാണ് എന്ന് ഷാക്കിർ പറയുന്നു. പറയാനും ആഗ്രഹിക്കുന്നില്ല. മതപുരോഹിതനാണ്, അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇത്തരം പിന്തിരിപ്പൻ ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. മുസ്ലിങ്ങളോട് മാത്രമാണ് പാകിസ്ഥാനി ഇതൊരു ജനാധിപത്യ സമൂഹമാണ് ഷാക്കിറെ. അല്ലെന്നേ ജാമിദ, നിങ്ങൾ എതിർക്കണേനും എനിക്ക് വിരോധമില്ല. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് തർക്കം ഉണ്ടാക്കാനും നമ്മളില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, നിങ്ങൾ ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ വിഷയമുണ്ട്. ഷാക്കിറെ ഞാൻ പറഞ്ഞു തരാം, അവിടെ നിൽക്ക്. 1990-കളില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഇതേ കാന്തപുരം AP ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മത്സരിക്കുന്നില്ലേ? ഇല്ലേ? 1972 നിക്ക് ഷാക്കിറെ, 1972 മലപ്പുറത്ത് നിന്ന് സുലൈഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കാൻ പോയി സ്കൂളില്. ആ പെൺകുട്ടിയെ രവി എന്ന് പറയുന്ന ഒരു പയ്യൻ പ്രേമിച്ചു. എന്നിട്ട് ആ പയ്യനും ഈ പെണ്ണും തമ്മിൽ എന്തോ ഡിങ്കോഡാൽഫി ഉണ്ടായി. ഈ രവിയുടെ കൈകൾ കൊണ്ട് സുലൈഖ മരിച്ചു. ആ സമയത്ത് AP കാന്തപുരം വിഭാഗം പറഞ്ഞ ഫത്വ എന്താണെന്ന് അറിയാമോ? പെണ്ണിനെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വിട്ടതിന്റെ പ്രശ്നമാണ് ഇത് എന്നാ പറഞ്ഞത്. ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി മാഷിദ PV ഷാക്കിർ മറന്നിട്ടില്ലല്ലോ. അതിനെ എതിർത്തവർ. ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചു, കൈകാലുകൾ തല്ലി ഓടിച്ചു ആ പെൺകുട്ടിയുടെ മലപ്പുറത്തിന്റെ മണ്ണില്, മറന്നിട്ടില്ലല്ലോ. ഒരു പെണ്ണ് ഫ്ലൈറ്റ് ഓടിച്ചു, അതിനെയും എതിർത്തു. അവർ ഇന്ന് ഇതേ പിന്തിരിപ്പൻ ആശയം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ഞങ്ങളൊക്കെ നിശബ്ദരായി മിണ്ടാതിരിക്കണമെന്നോ? അങ്ങനെയാണെങ്കിൽ AP ആദ്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറ. അതുപോലെ മടവൂരിന് വേണ്ടിയിട്ട് ഒരു ഉറൂസ് നടത്തുന്നത് മത്സരിച്ചാണ് നടത്തുന്നത് ഷാക്കിറെ. അവിടെ 78% വരുന്ന സ്ത്രീകളാണ്. അതിന്റെ വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഷാക്കിർ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ RV ബാബു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സമീപനം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ്. പാർട്ടിയില് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്കിലുള്ള അഭിപ്രായം പറയാമോ ഷാക്കിറിന്റെ? നിങ്ങൾ മതപരമായ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ പണ്ഡിതന്മാർക്ക് ഇപ്പം മുസ്ലിം ലീഗ് തന്നെ നിങ്ങൾ ഈ പറയുന്ന പണ്ഡിതനാരാ? ഒരു പേര് പറയൂ. ഒരു മിനിറ്റ്, ഏതാണ് ഈ പണ്ഡിതൻ? ഒരു കാര്യം, ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പണ്ഡിതൻ എന്ന് പറയണ്ടല്ലേ? ആരാണത്? ഞാനൊന്ന് സമ്മതിക്ക്, എന്താണ് ഇങ്ങനെ അല്ല, അറിയാൻ വേണ്ടിട്ട്. ഒന്ന് കടന്നാക്രമിക്കാതെ പ്ലീസ്. ഞങ്ങളൊക്കെ സ്ഥിരതയുള്ള അഭിപ്രായത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് സ്ഥിരതയുള്ള അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ അഭിപ്രായത്തിൽ നിൽക്കും. അത് ഞങ്ങൾ ബോധ്യമാണ്, വിശ്വാസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു സംഘടനയുടെ നേതാവാണ്. അറിയാലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരുപാട് മുജാഹിദ് വിഭാഗമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മതവിധി പറയാനാണ് എന്നെ വിളിച്ചത്. ഞാൻ വരില്ലായിരുന്നു. ഞാൻ മതവിധി പറയാൻ ആളല്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ പൊതുവായ നമ്മുടെ കാഴ്ചപ്പാട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ മതമനുസരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അനുയായികളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെ വിശ്വസിച്ചാൽ മതി, സൗകര്യം ഉണ്ട് അംഗീകരിച്ചാൽ മതി. ജാമിദയോടോ നുസ്രത്തിനോടോ ഈ ആരിഫിനോടോ ആരെങ്കിലും അത് അംഗീകരിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോടോ മറ്റുള്ള എങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ വകവെച്ച് കൊടുക്കണം. ഒരു ജനാധിപത്യ സമൂഹത്തില് ഇത്തരം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആശയങ്ങൾ പറയുമ്പോൾ കൃത്യമായ രൂപത്തിൽ ഞങ്ങൾ എതിർക്കും. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നിലപാടുകൾ കൃത്യമാണ്. ഷാക്കിറെ, നിലപാടില്ലാതെ കളിക്കുന്നത് ആരാണെന്നറിയാമോ? ഷാക്കിറ. കാന്തപുരം പറഞ്ഞും പോയി. അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. ഷാക്കിറിന്റെ കുടുംബത്തിൽ പോലും ഈ ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റില്ല. ഷാക്കിറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു 2 മിനിറ്റ്സ് തരൂ. നിങ്ങൾക്ക് വാക്ക് സാമർത്ഥ്യം ഉണ്ടെന്ന് കരുതിയിട്ട് അത് സാമർത്ഥ്യമല്ല ഷാക്കിറെ. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ ഇതുവരെ ഷാക്കിർ ഇതുവരെ ഈ വിഷയത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാന്തപുരം പറഞ്ഞത്, കാന്തപുരം പറഞ്ഞ അഭിപ്രായം മതപരമാണോ അല്ലേ? അതാണ് പറയേണ്ടത്. നിങ്ങൾ എപ്പോഴും പറയുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. അത് വിട്.
ഇത് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അത് പറയാനാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയ ഷാക്കിർ അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ചു അതെങ്ങനെയാണ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിക്ക് അഭിപ്രായമില്ലേ ഷാക്കിർ? ഞാൻ എന്റെ ഷാക്കിറെ ഈ പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? സമസ്തയുടെ മക്കളെ, നിങ്ങളോട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ തള്ളിക്കോന്നാണോ പറഞ്ഞത്? അതെ. ആണോ? ഒരു മിനിറ്റ്. അദ്ദേഹം ഇന്നലെ എം വി ഗോവിന്ദൻ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. സാധാരണ കാന്തപുരം AP ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. എന്നിട്ട് എം വി ഗോവിന്ദൻ ഇതിന് മറുപടി പറഞ്ഞപ്പോ സാധാരണ ഇപ്പൊ പ്രത്യേകിച്ച് പ്രായമായ കാന്തപുരം AP ഗോവിന്ദൻ ഇന്നലെ ഒന്ന് പറഞ്ഞു, അയാൾ നാളെ മാറ്റി പറയും, തിരുത്തി പറയും. ഇന്നലെ വൈകുന്നേരം തന്നെ കാന്തപുരം പറഞ്ഞു. ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞു, എം വി ഗോവിന്ദന് മറുപടിയായി കാന്തപുരം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാ അതന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ അസ്വസ്ഥത കാണിക്കുന്നത്? അയ്യോ, ലീഗിന് നിലപാടില്ല. എനിക്കൊരു 2 മിനിറ്റ്സ്. മുസ്ലിം പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന് തോന്നുന്ന തെറ്റുകളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പഠിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഒരു സെക്കൻഡ്, എനിക്കൊരു 2 മിനിറ്റ്സ്. ജനാധിപത്യ രാജ്യത്ത് പാകിസ്ഥാനാണെന്നോ? ഒരു 2 മിനിറ്റ്സ്. ഇതാണ് പ്രശ്നം. ഒരു 2 മിനിറ്റ്സ് സാർ, ഒരു 2 മിനിറ്റ്സ് വരും. ഞാൻ പറയാം. ഷാക്കിറിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ഷാക്കിർ പറയുന്നതിലെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷാക്കിർ ഒന്ന് എല്ലാരും ഒന്ന് ബ്രേക്ക് ഇട്ടെ പ്ലീസ്. ഞാൻ ഒരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. പ്ലീസ് ഇടവേള. അതിനുശേഷം ആരിഫിലേക്ക് വരാം പ്ലീസ്. 2 കാര്യമാണ്. അതായത് കേൾക്കാലോ. അതായത് AP അബൂബക്കർ മുസ്ലിയാർ തന്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളോട് എന്തോ പറഞ്ഞു. അത് മതവിധിയാണ്, അത് ശരിയാണെന്നൊന്നും ഇവിടെ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. നമ്മളിപ്പോ തൽക്കാലം അതവിടെ മാറ്റിവെക്കുക. നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ ഏത് പണ്ഡിതരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ 2 അഭിപ്രായം ഉണ്ടാവും. അതാണ് ഇവിടെ തോന്നുന്നത്. ഇപ്പൊ ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന പാണക്കാടിനെ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും അതിനകത്ത് 2 അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് മാറ്റി വെക്കുന്നു. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഈ സംഗതി പറഞ്ഞു വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ അതിൽ എന്തിനാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്നും കൂടി അവിടെ ചോദിച്ചു വെക്കാണ്. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ ഒരു രീതിയിൽ ഇപ്പൊ സംഘപരിവാറിന്റെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോ എന്തിനാണ് ഇവർ അതിനകത്ത് ഇടപെടുന്നത്? ഇപ്പോ പോത്തിറച്ചി തിന്നരുത്, അതല്ലെങ്കിൽ അത് തിന്നുന്ന ആളുകളൊക്കെ നമുക്ക് പോയിട്ട് തല്ലിക്കൊല്ലണം എന്ന് ഒരു ഹിന്ദു ഗ്രൂപ്പ് പറഞ്ഞു വിചാരിക്കുക. എന്തിനാണ് ഇവര് എതിർക്കുന്നത്? അത് അവരുടെ ആ ഹിന്ദു നേതാവ് ഏതോ ഒരു ഹിന്ദുക്കളോട് പറഞ്ഞ കാര്യമല്ലേ? എന്തിനാണ് ഇവർക്ക് അതിനകത്ത് കുരുപൊട്ടേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോ നിങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വാസി അല്ലെങ്കിൽ കൂടി നിങ്ങൾ അതിനകത്ത് ഇടപെടുന്നു. കാരണം നിങ്ങളെയും അത് ബാധിക്കും, അത് സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നു, അതേപോലെ ഇവിടെ AP ഉസ്താദ് ആരോടോ പറഞ്ഞതാണെങ്കിൽ പോലും അത് സമൂഹത്തിൽ ഒരു വലിയ ഒരു ഡിസ്ക്രിമിനേഷൻ. കാരണം നമ്മളുടെ ആർട്ടിക്കിൾ 14 ഒക്കെ പറയുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ആന്റി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. അവിടെ വിവേചനം പാടില്ല, ലിംഗവിവേചനം പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് ഘടകവിരുദ്ധമാണ് ഇസ്ലാമിന്റെ പേരിൽ അവിടെ പഠിപ്പിക്കുന്നത്. അത് മദ്രസ പഠിപ്പിച്ചാലും ശരി, സിലബസിൽ ഉണ്ടെങ്കിലും ശരി, ഉസ്താദുമാര് ഇതേപോലെ വിടുവായുത്തരം പറഞ്ഞാലായാലും ശരി, അതിനെ നമ്മൾ എതിർത്തിരിക്കും. അതിനെ എതിർക്കാനുള്ള വഴി മാത്രമാണ് ഈ പറയുന്ന ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ ഇവിടെ പറഞ്ഞു മുസ്ലിം ലീഗ് മതവിധി ഒന്നും പറയാറില്ല, പച്ചക്കള്ളാണ് ഈ പറഞ്ഞത്. മുസ്ലിം ലീഗ് പല തവണയും ഈ മതവിധി പറഞ്ഞിട്ടുണ്ട്. ഷാജി എന്താ ഇവിടെ പറഞ്ഞത്? മതമാണ് വലുത്, ഞങ്ങൾക്ക് വലുത് മതം തന്നെയാണ്. നിങ്ങൾ മുസ്ലിം ലീഗ് വിട്ടുപോയാൽ ദീനിൽ നിന്നുമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പ്രസംഗിച്ചത് ആരാ? മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? ഇയാൾക്ക് തള്ളി പറയാൻ പറ്റുമോ? ഷാക്കിറിനോടാണ് ചോദ്യം. സ്പീക്കർ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു സെക്കൻഡ് ടീച്ചർ,
യെസ്, ഒരു സെക്കൻഡ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആ റിയാസും തമ്മിലുള്ള കല്യാണം നടന്നപ്പോ അതിന് വ്യഭിചാരം എന്നാണ് വിളിച്ചത്, വ്യഭിചാരി എന്നുമാണ് വിളിച്ചത്. അതിവിടെ വലിയ വിവാദമായപ്പോ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെയല്ലേ വന്നു നിന്നിട്ട് പറഞ്ഞത് അത് വ്യഭിചാരമാണ് എന്നുള്ളത് വിവാദമായപ്പോ ഞാൻ മതവിധിയാണ് പറഞ്ഞത്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ട് തൽക്കാലം നിങ്ങൾ മാറി നിന്നോളൂ എന്ന് പറഞ്ഞത് ആരാണ്? ഈ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അയാളെ തള്ളി പറയാൻ ഈ പറയുന്ന ഈ ഷാക്കിറിന് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ തയ്യാറാണോ? ഓക്കെ, ചെയ്യുമായിരിക്കും. അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ചില ഹദീസുകളൊക്കെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നു ഒരു മിനിറ്റ് ടീച്ചർ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ തരം ഇസ്ലാമിൽ ഒളിപ്പിച്ച് ഇവർ കുറെ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഇത്തരം അളിഞ്ഞ കഥകൾ, ഇസ്ലാമിൽ അളിഞ്ഞ കഥകൾ, സ്ത്രീകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിന്റെ കാരണം ഇസ്ലാം തന്നെയാണ്. അവിടെ താലിബാൻ, ഞാൻ തുടക്കത്തിലേ ചോദിച്ചു, AP അബൂബക്കർ പറഞ്ഞ കാര്യം വലിയ ചർച്ചയാകുന്നു, അത് വലിയ പ്രശ്നമാണെന്ന് സമ്മതിക്കുന്നു, അതിനെക്കുറിച്ച് വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നു, ആളുകൾ സംസാരിക്കുന്നു. ഇദ്ദേഹം അത് തള്ളാനോ കൊള്ളാനോ തയ്യാറായിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗർ. എന്ത് മുസ്ലിം ലീഗാണെന്ന് എനിക്കറിയില്ല, ഏതോ മുസ്ലിമാണ്. പോട്ടെ, അങ്ങനെയാണെങ്കിലും ഞാൻ ചോദിച്ചു, താലിബാൻ ചെയ്യുന്നത് പറഞ്ഞത് തന്നെയല്ലേ ഈ പറയുന്ന AP അബൂബക്കറും പറഞ്ഞത്? അത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു താലിബാൻ താലിബാൻ തീവ്രവാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാം. ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ്. ഞാൻ ഇവർക്ക് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവിടെ ഷാക്കിർ അടക്കമുള്ള ആളുകൾക്ക് ഞാൻ ഒരു എക്സസൈസ് പറയാം. നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക. ഒരു വശത്ത് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അപ്പുറത്തെ വശത്ത് താലിബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഞെട്ടും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും. ഒരെണ്ണമെങ്കിലും താലിബാൻ ചെയ്തത് മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ കാണിച്ചു തന്നാൽ, നിങ്ങൾക്ക് അതിന് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ നമ്മളൊക്കെ ഓൺ ദ സ്പോട്ട് കലിമ ചെല്ലുന്നതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി 6-ാം വയസ്സിൽ കെട്ടി, താലിബാൻ അവിടെ 6-ാം വയസ്സിൽ കെട്ടുന്നു. മുഹമ്മദ് നബി സ്ത്രീകളെ ഈ പുറയ്ക്കുള്ളിലേക്ക് അടച്ചിരുത്തി, താലിബാൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടു ജനൽ വരെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. താലിബാൻ അവിടെ ഈ പറയുന്ന ഹിജാബിന്റെ നിയമം വെച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു. അവിടെ മുഹമ്മദ് നബി ചെയ്തത് ഇത് തന്നെയാണ്. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിമ സ്ത്രീയുടെ മറ്റേ ഹിജാബ് വലിച്ചടിച്ചിട്ടതുണ്ട്. ഇവിടെ അടിമ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നടത്താത്തത്. പക്ഷെ അടിമകളെ വെക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടു. ഐസിസ് എന്താ ചെയ്തത്? നാദിയ മുറാദിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? ഷാക്കിറിന് അറിയോ? ഇല്ലെങ്കിൽ ഒന്ന് പോയി പഠിക്കണം, നല്ലതാ. ഇനിയിപ്പോ മദ്രസയിൽ കയറ്റില്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കാം. എന്താ ചെയ്തത്? അവിടെ പോയിട്ട് നാദിയ മുറാദ് യസീദി ആ ഒരു ഗോത്രം കൊള്ളയടിച്ചിട്ട് അവിടെ ഉള്ള പെണ്ണുങ്ങളെ പിടിച്ച് ലൈംഗിക അടിമയാക്കി. മുഹമ്മദ് നബി അത് തന്നെ ചെയ്തത്. ബനു ഖുറൈള കൂട്ടക്കൊല നിങ്ങൾ എടുത്ത് നോക്കൂ. മുണ്ട് പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച ഉണ്ടോ നോക്കിയിട്ടാണ് ആളുകളെ തല അരിഞ്ഞ് തള്ളിയത്. ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. ഇത് തന്നെയാണ് താലിബാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ISIS ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. താലിബാൻ ചെയ്തതിൽ ഈ പറയുന്ന AP ഉസ്താദ് പറയുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. നമ്മൾ കലിമ ചൊല്ലി നിങ്ങൾ മുന്നിൽ മുട്ടിലഴഞ്ഞു വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സ് മുസ്ലിങ്ങൾ, ഈ മതവിമർശകരായിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിന് ഈ യാഥാർത്ഥ്യം അറിയാൻ കഴിയുന്നത്. വേണ്ട തൽക്കാലം മ്യൂട്ട് ചെയ്തിരിക്കട്ടെ. ഞാൻ അവസാനിപ്പിച്ചിട്ട് പറഞ്ഞോട്ടെ. ഈ എക്സ് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ തിരിച്ചറിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ നുണ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി ഇനിയും തുടർന്നേനെ. അപ്പൊ അതുകൊണ്ട് ഇതിന് നന്ദി പറയേണ്ടത് ഈ ലോകമാണ്. നന്ദി പറയേണ്ടത് ഇവിടെയുള്ള ജനങ്ങളാണ്. ജനങ്ങൾ മനസ്സിലാക്കുക, ഈ തരത്തിൽ മുസ്ലിം ലീഗ് എന്നും മറ്റ് പല പേരിട്ടിട്ട് ഇവിടെ ഈ ഇസ്ലാമിനെ വെളുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ ആളെ പറ്റിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഇസ്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇനി അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, ഷാക്കിർ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് അനിൽ നമ്പർ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ ഉത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പറയുന്ന AP ഉസ്താദ് വിശ്വാസികളോടല്ലേ പറഞ്ഞത് എന്ന ന്യായം വെച്ചുകൊണ്ട് തള്ളാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഹിന്ദു തീവ്രവാദികൾ അവരുടെ വിശ്വാസികളോട് പറയുന്ന കാര്യം എന്തിനാണ് നിങ്ങൾ എതിർക്കാൻ വേണ്ടി വരുന്നതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. വിവാദമാക്കുന്നത്. യെസ്, ഷാക്കിർ ഒരു മിനിറ്റ്. ജാമ്യ ടീച്ചർ സംസാരിച്ചില്ല. ടീച്ചറെ നോക്കൂ, ഇതിപ്പോ മുസ്ലിം സ്ത്രീകൾ ഇതൊക്കെ പാടെ അവഗണിക്കുകയാണ്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പരസ്യ പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പോഴും അവർക്ക് ഈ കാന്തപുരത്തെ പോലുള്ള പണ്ഡിത പറയുന്നത് അതിനോട് പ്രതികരിക്കാനൊക്കെ ഇപ്പോഴും ഭയമാണല്ലോ. ആ ഉൾഭയം എന്ന് മാറും? അത് ഒരു പരിധി വരെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ പ്രസ്താവനയെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എതിർത്ത് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പൈലറ്റായി മലപ്പുറത്ത്. ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഇതിനെ എതിർക്കാതിരിക്കുമ്പോൾ നമ്മളിപ്പോ ഷാക്കിർ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നാ. നമുക്ക് ആധുനിക ജനാധിപത്യ മൂല്യബോധമുള്ളത് കൊണ്ട് നമ്മൾ ലിംഗനീതി എന്താണ് എന്ന് വർത്തമാനകാല സമൂഹത്തില് മനുഷ്യരെ മുന്നോട്ട് നയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് മതശാസനയുടെ പേരില് ആ രൂപത്തിൽ ഒരു വിലക്ക് ഇവരുണ്ടാക്കുകയാണെങ്കിൽ, മതത്തിന്റെ പേരിൽ ഒരു തൊട്ടുകൂടായ്മ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ
മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാനസിക വളർച്ചയുള്ള യുക്തിബോധമുള്ള ആളുകൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മതശാസ്ത്രനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, CPM ഏതെങ്കിലും മതവിധിയുണ്ടോ, ലേഡീസിനെ സെക്രട്ടറി ആക്കാൻ പാടില്ല, പ്രസിഡന്റ് ആക്കാൻ പാടില്ല എന്ന് അവര് മാത്യു സർ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരും ജീവിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലാണ്. പക്ഷേ പുരുഷ മേധാവിത്വം ആഴത്തിൽ പതിഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ. അതിലെ സെമിറ്റിക് മതങ്ങളും ഒക്കെ ഇതിനകത്ത് വലിയ രൂപത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇവിടെ മതത്തിന്റെ പേരില് മതത്തെ ചാരി മനുഷ്യരിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തി ഒരു സ്ത്രീ വിരുദ്ധതയും ഭിന്ന ലിംഗ വിരുദ്ധതയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. കാലങ്ങൾ മാറിപ്പോയി, ചിത്രങ്ങൾ മാറിപ്പോയി. സ്ത്രീകൾ അക്ഷരം പഠിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചു. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, സ്ത്രീകളെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്. വലാ തുസ്തിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീടുകളിൽ അവരെ നിങ്ങൾ താമസിപ്പിക്കരുത്. കാരണം മുകളിൽ നിന്ന് എത്തി നോക്കിയാൽ താഴെ നിന്ന് പുരുഷൻ കാണും അവളെ അടിച്ചുകൊണ്ട് പോകും. അല്ലിമൂഹുന്നൽ ഖയാത്വത, അവളെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ച് പേരിയന്ത്രമാക്കി വീട്ടിലിരുത്തിയാൽ മതി എന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പാടില്ല, ശവം കുത്തിക്കീറുന്ന പഠനത്തിന് നമ്മൾ മക്കളെ വിടാൻ പാടില്ല. അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. ഇത് പറഞ്ഞ് ദുർബലരായ ഒരു വിഭാഗം മത സ്ത്രീകളെ ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കും. സ്ത്രീയുടെ പൊതുജീവിതം മതത്തെ ചാരിയിട്ടല്ല. ഈ മതത്തെ ചാരി അവരുടെ ഭരണഘടനാ മൂല്യങ്ങളെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്ന അനുച്ഛേദം 14, 15, 19, 21 ഒക്കെ ചേർത്ത് വെച്ച് മനുഷ്യർക്ക് അന്തസ്സാർന്ന ജീവിതം ഉറപ്പാക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ പൊരുതും. മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതത്തെ സംബന്ധിക്കുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന, വ്യക്തിത്വ വികാസത്തെ സംബന്ധിക്കുന്ന ഏതു വിഷയത്തെ സംബന്ധിച്ച് ഏത് കൊടികെട്ടിയ പണ്ഡിതൻ ഇത്തരം താലിബാൻ അഭിപ്രായം പറഞ്ഞാലും ശരി അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുക തന്നെ ചെയ്യും. അതിനിപ്പോ നിങ്ങൾ ആരാണ്? നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിനകത്തിരുന്നിട്ടല്ല, അടുക്കളയ്ക്കകത്തിരുന്നിട്ടല്ല പറയുന്നത്. അദ്ദേഹം ഒരു പൊതുസമൂഹത്തോടാ പറയുന്നത്. ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു AP-ക്കാര് മാത്രം ഇത് കേട്ടാ മതിയെന്ന്. അല്ല, അദ്ദേഹത്തോട് ഉറൂസ് നിർത്തലാക്കാൻ പറ. AP-യും EP-യും EKയും AP-യും ഒക്കെ മത്സരിച്ച് നടത്തുന്നുണ്ട് ഉറൂസ്. CM മടവൂരിന്റെ പേരില് 75% അവിടെ വരുന്ന സ്ത്രീകളാണ്. ഒന്ന് പറ. ഹജ്ജിനും ഉംറയ്ക്കും കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പോകുന്നത്. അവരോടൊന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മർക്കസിന്റെ സ്കൂളുകളില് അധ്യാപികമാര് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ പറ, അധ്യാപകന്മാർ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ. ആദ്യം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാതെ അതെന്നിട്ട് പൊതുസമൂഹത്തോട് പറയാ ഈ മതം ആർക്കുള്ളതാ, ചികിത്സ പാടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഇദ്ദേഹം എവിടെ പോയിട്ടാ ചികിത്സിക്കുന്നത്? അപ്പൊ സ്വന്തം ജീവിതത്തിൽ എല്ലാ മതനിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളുടെ പേരില് ഇത്തരം ഗോത്ര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. യെസ്, എനിക്ക് തോന്നുന്നു ഷാക്കിറിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ഞാനൊരു ഇടവേള കൂടി എടുക്കാണ്, ഉടൻ തിരിച്ചു വരാം. ബാബു ചേട്ടൻ കുറേ സമയം വെറുതെ ഇരിക്കുകയാണ്. ശ്രീ RV ബാബു നേരത്തെ പറഞ്ഞു ഇവിടെ പാട്ട് പാടരുത്, നൃത്തം ചെയ്യരുത്, ചിത്രം വരയ്ക്കരുത്, ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാന്തപുരത്തെ പോലുള്ള ഒരു ഉസ്താദുമാരും ഇന്നേ വരെ സ്വർണം കടത്തരുത്, മയക്കുമരുന്ന് കടത്തരുത്, ഉസ്താദുമാർ മദ്രസകളിൽ വൃത്തികേട് കാണിക്കരുതെന്ന് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം മതിയോ ഇത്രയും ഒരു ഔത്സുക്യം? ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ല, ഞാൻ ചിരിച്ച് മണ്ണ് കപ്പുമായിരുന്നു. ഇത് കേൾക്കാമല്ലോ അല്ലേ? അനിൽ നമ്പ്യാരെ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇതുപോലൊരു ചർച്ച ഇതിനു മുമ്പ് ഇതുപോലൊരു ചർച്ച പങ്കെടുത്തിട്ടില്ല. കാരണം ഈ സക്കീറിനെ പോലെ ഒരു നിരപരാധിയെ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ അതെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ സഹതാപൂർവമായ സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണമായിരുന്നല്ലോ. ഇപ്പോ ഞാൻ ഖുറാനിലെ പണ്ഡിതനല്ല. ഖുറാനിലെ ഹദീസും പഠിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആരിഫോ ജാമിദ ടീച്ചറോ നുസ്രത്തോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ എനിക്ക് ചോദിക്കാനാവില്ല. അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കുന്നത് മര്യാദയുമല്ല. എനിക്ക് ഖുറാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ അതിലേക്ക് കടന്ന് വായിക്കുമ്പോൾ അതൊരു പരമത വിദ്വേഷം പോലെ കടന്നു വരും. അതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയമായി ചോദിച്ച ചോദ്യങ്ങളുണ്ട്.
ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല ഈ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിവൃത്തിയില്ല, 50% സ്ത്രീകൾ വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് മാത്രം പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ത്രീകളെ നിർത്തുന്നത് ഒഴിച്ചാൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം മുസ്ലിം ലീഗിൽ എത്രമാത്രമാണ്? അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രം കൊടുത്തിട്ടുണ്ട്? എത്ര മുസ്ലിം MLA-മാരുണ്ടായി, വനിതാ MLA-മാരുണ്ടായി കേരളത്തിൽ? വനിതാ MLA-മാരുണ്ടായതിനു ശേഷമല്ലേ വനിതാ മന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവൂ? അപ്പോ സ്ത്രീകളെ കുറിച്ചുള്ള പുതു കാഴ്ചപ്പാടിന്റെ ആ ഒരു സ്വഭാവമാണ് ലീഗും പ്രകടിപ്പിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ വളരെ വലിയ പ്രതിഷേധം CAA പ്രക്ഷോഭത്തിനെതിരെ ഉണ്ടായി. അപ്പോൾ സ്ത്രീകളടക്കം വീടടക്കം അടച്ച് ഒരു വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലീഗടക്കം നേതൃത്വം കൊടുത്തു വന്നല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ സമസ്തയുടെ ഉത്തരവുണ്ടായി, സ്ത്രീകൾ ഇനി സമരത്തിന് വരാൻ പാടില്ല, സ്ത്രീകൾ രംഗത്ത് വരാൻ പാടില്ല. അപ്പോ അന്ന് ലീഗ് അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ, നമ്മൾ കണ്ടില്ല, ആരും കണ്ടില്ല. അപ്പോ സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അവര് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കാൻ പാടില്ല, സംഗീതം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അവരുടെ സർഗ സൃഷ്ടി നടത്താൻ പാടില്ല. അങ്ങനെ എത്രയെത്ര ഫത്വകൾ ഇറങ്ങിയിരിക്കുന്നു. ഈ ഫത്വകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ലീഗ് രംഗത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ലീഗ് രംഗത്ത് വന്നിട്ടുണ്ടോ? ഈ ഫത്വകളൊക്കെ തെറ്റാണ്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് ഷക്കീർ തുറന്നു പറയാൻ തയ്യാറുണ്ടോ? കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം അല്ല ഇസ്ലാം. അപ്പൊ ഒക്കെ സക്കീർ പറയണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്. സൗദി അറേബ്യൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ സിറിയൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാണോ, ബംഗ്ലാദേശ് ഇസ്ലാമാണോ? ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എങ്കിൽ അത് പറയണ്ടേ? പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നു, കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ല, ചൈന കമ്മ്യൂണിസം അല്ല, ഹംഗറി അങ്ങനെയല്ല, യുഗോസ്ലേവിയ അങ്ങനെയല്ല. സാറെ നാട്ടുപുറങ്ങളിൽ പറയില്ലേ ഇതൊന്നും യഥാർത്ഥ കള്ളല്ല, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെന്തൊരു ഏർപ്പാടാണ് സർ. യഥാർത്ഥത്തിൽ ഈ കിണറ്റിലുള്ളതേ തൊട്ടിയിൽ കിട്ടൂ. ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പൊതുമധ്യത്തിൽ പ്രകടമാകുന്നത്, അതാണ് IS-ലൂടെ പ്രകടമാകുന്നത്, അതാണ് അൽ ഖ്വയ്ദയിലൂടെ പ്രകടമാകുന്നത്, അതാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ പ്രകടമാകുന്നത്, അതാണ് ഈ ലോക ആഗോള തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രകടമാകുന്നത്. മുഴുവൻ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. അപ്പൊ അതുകൊണ്ട് സക്കീറെ അങ്ങ് എത്ര സമർത്ഥിച്ചാലും എനിക്കിവിടെ അനിൽ നമ്പ്യാരെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ കാന്തപുരം ഇസ്ലാമിന്റെ തത്വം പറഞ്ഞു, ഓക്കെ, നമുക്കത് ആരോ പറഞ്ഞ മാതിരി അതിന്റെ അപകടം എന്താണെന്ന് നേരിട്ടറിയാം. പക്ഷെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകരെവിടെ? സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനമില്ല, അവർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സുന്നി വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ്. ഇന്ത്യയിലെ 90% പേരും സുന്നികളാ, കേരളത്തിലെ 90%, 99% സുന്നികളാ. അതിലൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ മുസ്ലിയാർ പറയുന്ന സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനം പാടില്ല, അവര് ഇടപഴകി ജീവിക്കാൻ പാടില്ല. എവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായകര്, എവിടെ സാമൂഹ്യ നേതാക്കന്മാര്? ഇവിടെ CPM-ന്റെ നേതാവ് ഐസക് ഗോവിന്ദനെ എതിർത്തു എന്ന് പറഞ്ഞു. ഐസക് എന്താ പറഞ്ഞത്? തോമസ് ഐസക് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നാണ്. എത്ര ഉദാരമായ സമീപനം, എത്ര ഉദാരമായ സമീപനമാണ് ഐസക് കൊടുക്കുന്നത് നോക്കൂ. ഐസക് എന്നിട്ട് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. ഇതിനപ്പുറം മതരാഷ്ട്രം എന്താണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു നാട്, അതല്ലേ മതരാഷ്ട്രം? ഇതിനപ്പുറത്തേക്ക് എന്ത് മതരാഷ്ട്രം? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വരിക എന്നുള്ളതും കൂടി ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് എന്താ മതരാഷ്ട്രം? അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം കോൺഗ്രസ്സുകാർക്ക് പിന്നെ മിണ്ടാട്ടില്ല. അവര് വലിയ പുരോഗമനം പറയും. അവര് ഹിന്ദുക്കളിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ മനുസ്മൃതിയെ കുറിച്ച് ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ വായ്ത്താരി അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? എവിടെ പോയി? എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്, ഈ പറയുന്ന സാഹിത്യകാരന്മാർക്ക്? സച്ചിദാനന്ദൻ ഇപ്പൊ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ നാളായിട്ട്. സച്ചിദാനന്ദൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പൊതുയിടത്തിൽ ഇടപെടില്ല എന്ന്.
അത്രയും കിട്ടിയത് മലിനമായ അന്തരീക്ഷം കുറഞ്ഞു എന്ന് വിചാരിക്കാം. എവിടെ പോയി മുകുന്ദൻ? എവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്? എവിടെ ഈ സാംസ്കാരിക നായകര്? ഒരൊറ്റ കുഞ്ഞിനെ കാണില്ല. കാരണം പറഞ്ഞാൽ തലയ്ക്ക് മീതെ കഴുത്തുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം, എഴുതാൻ കഴിവുണ്ടാവില്ലെന്നറിയാം. കാരണം ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഈ സാംസ്കാരിക നായകന്മാര്, അവരെ ജയശങ്കരൊക്കെ വിളിക്കുന്നത് നായകളെന്നാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇരട്ടത്താപ്പ്, കാരണം ഇവിടെ വഴിയിൽ ചെട്ടിയൊക്കെ എണ്ട പോലെ അല്ലെങ്കിൽ ഓടിക്കേറാവുന്ന ചാഞ്ഞു കിടക്കുന്ന മരം ആണ്, അതുകൊണ്ട് മനുസ്മൃതിയിടയ്ക്ക് ഉദ്ധരിക്കാം, സനാതനധർമ്മമാണ് കുഴപ്പമെന്ന് പറയാം, ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തൊടാൻ ഒരു നേതാക്കന്മാരും വരില്ല. അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. അതുകൊണ്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിനേക്കാൾ തീവ്രത കൂടിയ തീവ്രമായ യഥാർത്ഥ ഇസ്ലാം കേരളത്തിൽ വളർന്നു വരികയാണ്. കേരളത്തിലാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവം പ്രകടമായി വരാൻ പോകുന്നത്. കാത്തിരുന്നോളൂ. താലിബാനേക്കാൾ വലിയ ഇസ്ലാമിക ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരികയാണ്. അത് കേരളത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും നമ്മുടെ ബഹുസ്വര സങ്കല്പങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു മതാധിപത്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമം അത് കാലങ്ങളായി തുടങ്ങി വെച്ചതാണ്. അതാണ് ഇപ്പോ ഈ കാന്തപുരം അബൂബക്കറിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, തീർത്തും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഷാക്കെ, താങ്കൾ ഇനി ഖുറാനും അതുപോലെ ഹദീസും വെച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആർ.വി. ബാബു റേസ് ചെയ്തിട്ടുണ്ട്, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഒന്ന്, എനിക്ക് നിങ്ങൾ സമയം തരാണെങ്കിൽ ഞാൻ ഇരിക്കണുള്ളൂ. ഇവര് 4 പേര് പറഞ്ഞ രാഷ്ട്രീയപരമായി പറഞ്ഞതിന് കുഴപ്പമില്ല, ഞാൻ രാഷ്ട്രീയപരമായി പറഞ്ഞോളാം. മതപരമായി പ്രവാചകനെയും മറ്റും അധിക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ ഇരുന്ന് കേട്ടുപോയ ഈ ആരിഫൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ കയ്യിൽ ആരിഫിന്റെ നമ്പറില്ല. ഞാൻ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഞാനൊരു ഹദീസിന്റെ ഡീറ്റെയിൽസ് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഹദീസ് തെറ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇസ്ലാം ആകണമെന്നില്ല, അത് അദ്ദേഹത്തിന്റെ സൗകര്യം വേണേ ആയാൽ മതി. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ സംഗതി ഞാനിപ്പോ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുക്കണം. അതായത് ആയിഷ ബീവിയോട് ഒരാൾ ഇസ്ലാമിലെ നമസ്കാരം നഷ്ടമാകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളിലാണ് പട്ടി കഴുത. ഞാൻ പറയട്ടെ അനിൽ നമ്പ്യാർ, ഇവര് ഇടപെടുമ്പോൾ ടീച്ചറെ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു അസ്വസ്ഥ കാണിക്കണ്ടേ? അപ്പൊ ആ 3 കാര്യങ്ങൾ ഇവർ കളവായി പറഞ്ഞപ്പോ ഇത് പ്രവാചകൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതല്ല. ആയിഷ ബീവിയോട് ഒരാൾ പറഞ്ഞപ്പോ അത് അവർ കൊടുത്ത കൃത്യമായ മറുപടിയുണ്ട്. എന്റെ പ്രവാചകന്റെ നമസ്കാര സമയത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പലപ്പോഴും ഞാൻ കിടക്കാറുണ്ട്. ആ കിടക്കുമ്പോൾ പ്രവാചകൻ നമസ്കരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇല്ലാ കഥ ദയവായിട്ട് പറയരുത്. സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ പട്ടി കഴുത സ്ത്രീ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിൽ ഇല്ലാത്ത തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേര് നുണ പറയുന്നത് ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഉദ്ധരിച്ച അതേ സംഗതി ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ശ്രീ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഒറ്റ മിനിറ്റ് ശ്രീ ആർ.വി. ബാബുവിനെ പോലെയുള്ള ആളുകളോട് ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കാൻ കാരണം എന്റെ ധാരണ ഇന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ സംഗതിയോട് എം.വി. ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അതിന് മറുപടിയായി കാന്തപുരം വേറെ ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം തോമസ് ഐസക് കുറച്ച് കനം കുറച്ചുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം മാത്രം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാകും എന്ന് കരുതിയാണ് ഞാൻ. നിങ്ങളുടെ നേതാക്കന്മാരൊന്നും എന്താ പറയാത്തത്? എന്താ അവർ പ്രതികരിക്കാത്തത്? കുഞ്ഞാലിക്കുട്ടിയെ കണ്ടില്ല, മുഹമ്മദ് ബഷീറിനെ കണ്ടില്ല, ആരും കണ്ടില്ല. തങ്ങളെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പറയട്ടെ അതായത് മതപരമായ കാര്യങ്ങളിൽ ഫത്വ പറയാൻ ലീഗ് ആഗ്രഹിക്കുന്ന ലീഗിന്റെ പണിയല്ല. പക്ഷെ ലീഗിന് ഒരു പണി അല്ല. ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ പറയണ്ടായി. നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഒരു മിനിറ്റ്. ഇന്ന് ഒരു മിനിറ്റ്. TMS അല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യവും ഇന്ത്യയുടെ ജനാധിപത്യവും നിയമവും ഒക്കെ ഇപ്പൊ ഈ ജാമ്യതയും നുസ്രത്തും ആരിഫൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രകാരം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് ഒരാളെയും ഉപദ്രവിക്കാതെ അദ്ദേഹം മനസ്സിലാക്കിയ മതവിധി അദ്ദേഹത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാൻ അവകാശമില്ലേ? അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? അത് കാന്തപുരത്തിന് മാത്രമേ ഉള്ളോ? ഇടപെടല്ലേ? ഇടപെടും. നിങ്ങൾ അതുകൂടി പറയണം ഉത്തരം.
ഞാൻ പറഞ്ഞുതരാം. ഈ കാന്തപുരത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു അവകാശം. അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? ഹിന്ദുത്വവാദികൾ പറയുമ്പോൾ നിങ്ങൾ ചാടി വീഴുമല്ലോ, അതെന്താണ്? ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ജാമിത നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞങ്ങളില്ലാന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും അത് പറയാൻ അവകാശമുണ്ട്. അത് ഹിന്ദുത്വവാദികൾക്ക് അവകാശമില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുത്വവാദികൾക്ക് അവകാശമുണ്ട്. ഒരു മിനിറ്റ് ഉണ്ടല്ലോ, നടത്തിക്കോട്ടെ. ആരാ പിടിച്ചേക്കാൻ പോണത്? നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, അതാ ചോദിക്കണേ. ഞാൻ ബാബുവിനോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ആരിഫൊക്കെ ഈ പിന്നെ ഇല്ലാ കഥ പറഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അത് സത്യസന്ധ, നിങ്ങൾ ഇല്ലാക്കഥയൊന്നും അല്ല, അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസാനിപ്പിക്കും. ഇപ്പൊ RV ബാബു പറഞ്ഞൊരു സംഗതി, BJPയുടെ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയവർഗീയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. മധ്യപ്രദേശിലെ മഹാവീർ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്താ പറയാ, രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തല്ലണം, മാത്രമല്ല ശൂർപ്പണകയെ പോലെയാണ് അവര്. ഇത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? BJPക്കാരും RSSകാർക്കും അല്ലെങ്കിൽ ഈ പിന്നെ ആരിഫ് ഖാനും ജാമിദക്കും ഒന്നും ശ്രദ്ധയിലില്ലായിരുന്നോ? BJPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങൾ ആരെങ്കിലും വടിവാളെടുത്ത് വന്നോ? ഏതെങ്കിലും വിശ്വാസികൾ നിങ്ങൾ അപ്പം മൈക്ക് കെട്ടിയത് വേറെ ആർക്കും പോകും. അത് സ്ഥിരം പരിപാടിയാണ്. BJPയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ സ്ത്രീകളെ തല്ലണമെന്നും അതായത് ഡ്രസ് കോഡ് മാന്യമല്ല, ഡ്രസ് കോഡ് മാന്യമല്ല. ഒന്ന് പറയട്ടെ അദ്ദേഹം. സക്കീർ, സ്ത്രീകള് രാത്രി പുറത്തിറങ്ങി നടന്നാൽ അവര് ശൂർപ്പണയാണെന്നോ അവരെ അടിക്കണമെന്നോ ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. നിങ്ങൾക്ക് അതേപോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ കഴിയൂലേ? അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാന്തപുരത്തെ തള്ളിക്കളയാൻ പറ്റൂല്ലേ? ഷാക്കിർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോടല്ലേ പറഞ്ഞത് കുർബാന നടത്തിയത്? അല്ലെ, ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും എതിരെ നിങ്ങൾ എന്തിനാ ഇവിടെ കച്ചറ ഉണ്ടാക്കണേ? അവർക്കല്ലേ ക്ലാസ് നിങ്ങൾ വന്നില്ലേ? ചിൻവാദു പാലം ഷാമു കോയമ്പത്തൂർ എഴുതിയത് അത് അവർക്ക് വേണ്ടിയായിരുന്നില്ലേ? കഥ ഒരുപാടുണ്ട് പറയാൻ ഷാക്കിരെ. അതൊക്കെ അവരുടെ ആളുകളെ സമാധാനിപ്പിക്കാനും പഠിപ്പിക്കാനും ബോധവൽക്കരണം നടത്താനും അവര് ചെയ്തതായിരുന്നു. നിങ്ങളൊക്കെ എതിർത്തത് കൊണ്ടാണ് ഇതിനെ പറഞ്ഞില്ലേ? ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അത് പാളിപ്പോയി. ഷാക്കിർ പറയൂ, അവിടെ RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ ഷാക്കിർ തയ്യാറാണോ? അല്ലേ? നിങ്ങൾ എന്തിനു തള്ളി പറയും? നിങ്ങൾക്ക് അത് തന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾ അത് പറയരുത്. നിങ്ങൾ മതവിധി പറഞ്ഞു ലീഗിൽ നിന്നും പോയാൽ ദീനിൽ നിന്നും പോകലാണ് എന്ന മതവിധി പറഞ്ഞത് ഷാജിയാണ്. ഷാജി മുസ്ലിം ലീഗുകാരനാണ്. അത് മതവിധിയാണോ? അല്ലേ? അതേപോലെ മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധി അല്ലേ? അത് നിങ്ങൾ തള്ളി പറയോ? മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താ ഈ പറയണത്? ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാണ്. ഒരു കാര്യം കൂടി പറയാണ്. അതായത് ഇവിടെ പറഞ്ഞു ഈ ഹദീസ് തീർച്ചയായിട്ടും ഹദീസ് ഇവിടെ എന്തോ വലിയ പ്രശ്നമായിട്ട് ഈ ന്യായീകരണ യന്ത്രം ഇവിടെ ഓണാക്കി. അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. ഷാക്കിറെ ഇച്ചിരി കൂടിയൊക്കെ മൂത്ത സാധനമായിട്ട് വരണ്ടേ? ഇതൊക്കെ ഏതോ കാലത്ത് മദ്രസ പിള്ളേർ തള്ളിക്കളഞ്ഞ സാധനങ്ങളാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ. അതിന്റെ ആ ഹദീസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും. ഇത് കളവൊന്നുമല്ല. ഇംഗ്ലീഷ് നിങ്ങൾ പറയണ കേൾക്കൂ. മാന്യം തന്നെയാണ്. അതാ പറയണേ, മാന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയണത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. അതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് the things ആയിഷ പറയാണ് the things which annulled the prayers were mentioned before me. ആയിഷയുടെ മുന്നിൽ പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു. മുഹമ്മദ് നബി ആയിഷയോട് പറഞ്ഞ കാര്യമാണ് ഹദീസിലുള്ളത്. ഇനി they said, ഇനി അവിടെ പറഞ്ഞ എന്താണ്? ഈ 3 സാധനങ്ങൾ. ഇനി മുഹമ്മദ് നബിയുടെ മുന്നിൽ ഈ ആയിഷ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ
കിടക്കുമ്പോ ഇതുപോലെ ഉറങ്ങുന്ന സമയത്ത് കാണുകയാണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ ഈ സാധനം ഓർമ്മ വന്നിട്ട് മുഹമ്മദ് നബി കാണാതെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം എന്താണ്? ആത്മാഭിമാനം ഉള്ള സ്ത്രീ ആയതുകൊണ്ട് ആയിഷ ഇനി പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഷാക്കിർ വല്ല മദ്രസയിൽ പോയിട്ട് ഇസ്ലാം പഠിക്കാതെ, അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വല്ല മദ്രസയിൽ പോയി ജോയിൻ ചെയ്യും ഷാക്കിറെ, മദ്രസയിൽ പോയി പഠിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഇനി 2 ഹദീസ് ഞാനിവിടെ പറഞ്ഞു. എന്താ ഷാക്കിർ രണ്ടാമത്തെ ഹദീസ് വെളുപ്പിക്കാത്തത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് വെളുപ്പിക്കാൻ പറഞ്ഞത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് വെളുപ്പിക്കാഞ്ഞത്? എനിക്ക് അതാ ചോദിക്കാനുള്ളൂ. അത് വെളുക്കില്ല ഹദീസ്, ഈ 2 ഹദീസും വെളുക്കില്ല ഷാക്കിറെ. ഓക്കെ, ഞാൻ വരാം ചോദിക്കാം, ഷാക്കിറിനോട് ചോദിക്കാം ഇടവേളയ്ക്ക് ശേഷം. നുസ്രത് ജഹാൻ പെട്ടെന്ന് ചോദിക്കാം ഷാക്കിറിനോട്. ഒരു മിനിറ്റ്. എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, ഞാൻ ചോദിക്കണോ, ഇപ്പൊ ഷാക്കിർ പറയണേ ഞാൻ മതവിധി പറയാൻ ആളല്ല, അപ്പോ മുസ്ലിം ലീഗ് അല്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എങ്ങനെ 1000 പള്ളിയുടെ കാളിയാവണ്? മുസ്ലിം ലീഗ് ഇസ് എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ ആയിട്ടിരിക്കണം, അല്ലാതെ പള്ളികളുടെ 1000 പള്ളികളുടെ കാളിയായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ മുസ്ലിം ലീഗുകാരോട് നമ്മൾ ചോദിക്കണേ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കാന്തപുരം ഉസ്താദിനോടും ഷാക്കിർ എല്ലാ മുസ്ലിം ലീഗുകാരോടും ശരിക്കും ചോദിക്കാനുള്ളത്, ഹജ്ജ് ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ അവസാനത്തെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയണേ. ആ ഹജ്ജിന് പോകുമ്പോ അവിടെ ആണും പെണ്ണും ഇടകലർന്ന ഉംറക്ക് പോകുമ്പോ, ഞാനും പോയിട്ടുണ്ട്, ആണും പെണ്ണും ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നമുക്ക് എവിടെയാ പോണ്ട അറിയില്ല. ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാറുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആണുങ്ങൾ അടിവസ്ത്രം ഇല്ലാതെ ഒറ്റ മുണ്ട് ഇങ്ങനെയും പിന്നെ ബ്രാഹ്മൺസ് നൂലിടണ പോലെ അതേ സ്റ്റൈലിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ടുമാണ് ആണുണ്ടാവാറ്. പക്ഷെ അവിടെ ഒരു വ്യഭിചാരോ ഒരു പ്രശ്നവും ഇല്ല. കാരണം അവിടെ ചെല്ലുന്നവന് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നവന് മാത്രമാണ്, ലക്ഷ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയത്. ഇപ്പൊ തലയിലിടാത്ത തലയിൽ തന്നെ കണ്ട് പിന്നെ അല്ലെങ്കിൽ ബോഡി കണ്ട് കാമം വരിക എന്ന് പറയുന്നത് നമ്മളെ തെറ്റല്ല, അത് ഈ ചിന്തിക്കുന്നവരെ തെറ്റാ. അപ്പൊ അവിടെയൊന്നും ഈ ഇടപഴകി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇവർക്ക് ഇസ്ലാം ഇല്ലേ, അല്ലെ ഈ ഹജ്ജ് മാറ്റാനുള്ള എന്തൊക്കെയോ ഫത്വ ഉണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു നോക്കിയാ ഇപ്പൊ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരനെ പറ്റി പറയുമ്പോ ഇവര് പറയാ അയാൾ പറയണമെന്നല്ല മുസ്ലിം ഇസ്ലാം, ഞങ്ങളിപ്പോ ഇസ്ലാമിനെ പറ്റി കണ്ടെത്തി. 1400 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ട് കണ്ടെത്തി. കുറച്ച് പർദ്ദയിട്ട് ഇങ്ങനെ കണ്ണ് കെട്ടി അങ്ങോട്ട് പോകാൻ പാടില്ല. എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും പൈലറ്റ് ആവാനും നേഴ്സ് ആവാനും ടീച്ചർ ആവാനും ഒക്കെ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. ആ ഇറങ്ങി വരുന്നെല്ലാം നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഹിജാബും മക്കനിയും ഒക്കെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദിന്റെ ഭാര്യ സെഫിയാക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ഫോട്ടോ ആണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ഇലക്ഷന് പോലും മലപ്പുറത്ത് ഉണ്ടായത് നമ്മൾ കാണുന്ന. പിന്നെ ഇലക്ഷന് മത്സരിക്കാൻ പോയിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇവർ വിടും. അപ്പൊ ഇവരിനിയിപ്പോ പ്രത്യേക പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഹോസ്പിറ്റലിലാണോ ഈ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഒക്കെ അയക്കുക? പിന്നെ ദർഗകളിൽ നേർച്ച, ഉറൂസ് എന്നിവകളിൽ ആണും പെണ്ണും തിക്കിയാണ് പോകുന്നത്. അവിടെ എന്താ, അവിടെ കൈയിട്ട് വാരാൻ കുറെ സ്വർണവും പൈസയും കിട്ടും. അപ്പൊ അവിടെ പെണ്ണ് പ്രശ്നമല്ല, പെണ്ണുങ്ങളെ അകമൊഴിഞ്ഞ് സംഭാവന ചെയ്യുള്ളൂ. വയലിന് കേൾക്കാൻ പോകുമ്പോ ആണും പെണ്ണും ഒരേ സ്ഥലത്ത് തിക്കിത്തരുന്നതന്നെ ഇരിക്കുക. നമ്മളൊക്കെ അത് ചെറുപ്പം തൊട്ടേ പോകണ്ട. ഇപ്പോഴും ഞാൻ ദർഗയിലും പിന്നെ ഉറൂസിലൊക്കെ പോണ ഒരു വ്യക്തിയാ. ഞാനൊരു വിശ്വാസിയല്ല, ദാറ്റ് ഇസ് മൈ ട്രസ്റ്റ്. ഞാൻ ഈ വിശ്വാസത്തെ പറയില്ല, റിലീജിയന്റെ വിശ്വാസം എന്ന് പറയില്ല. അത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ ട്രസ്റ്റ് ആണ്, എന്റെ ട്രസ്റ്റ് ആണ് എന്റെ ദൈവം. ആ ട്രസ്റ്റ് ഉള്ള എനിക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യണേ ശരിയാ. അതാണ് ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സനാതന ധർമ്മത്തിൽ ഊന്നി പറയണേ, ലോകത്തിന് മുന്നോടിയായി നിൽക്കണേ. ഇപ്പൊ എല്ലാവർക്കും നല്ല ബേജാറാ. ഏറ്റവും വലിയ ക്രൗഡ്, ഏറ്റവും വലിയ സ്പിരിച്വൽ ക്രൗഡ് വന്നിരിക്കണേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ മഹാകുംഭമേളയിൽ. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഹിന്ദുവിന് ഒരു ആചാരവും ഇല്ല, ഒന്നുമില്ല, ഹിന്ദുക്കള് ഒന്നും ആർക്കും കൊടുക്കൂല, സഹായിക്കൂല. ഞാനൊക്കെ കേട്ടുകൊണ്ടിരുന്ന വളരുന്നവരെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മുസ്ലിങ്ങൾക്ക് സഹായത്തിന്റെ ഇതുള്ളൂ. നിങ്ങൾക്കറിയാം 10 കോടി 5 കോടിയൊക്കെ ആൾക്കാരാണ് അവിടെ വരുന്നത് മഹാകുംഭം. ഭക്ഷണം ഫ്രീ ആവും, 45 കോടി. ഇനിയിപ്പോ അമാവാസിയുടെ 10 കോടി ജനങ്ങളെ പ്രതീക്ഷിക്കണേ. ഒരു വെള്ളവും ഭക്ഷണം വാങ്ങണ്ട, ദാനം ചെയ്യുക അവിടെ. അപ്പൊ അന്നദാനത്തിനെ പറ്റി പറഞ്ഞ നമ്മളെ സനാതന ധർമ്മം. ഇതൊക്കെ കാണുമ്പോ ഇവർക്കൊക്കെ നല്ല പേടിയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് വില പോവൂല.
അതുകൊണ്ട് കേരളത്തിൽ ഇരുന്ന് അവിടെ കാശ്മീർ പോയോണ്ട് കേരളത്തിൽ ഇന്ന് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക ഒരാളെ എന്ത് പറയും, അപ്പൊ അതിനെ കൗണ്ടർ ചെയ്ത് വേറൊന്ന് പറയും. അപ്പൊ പാണക്കാട് തങ്ങൾ ഇങ്ങനെ പറയോ, അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡ് ഇതാണ് അത് പറഞ്ഞിട്ട് ഷാജി വരൂ. ഇവരിങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് വിശേഷമായി. അപ്പൊ എന്തായി, വോട്ട് കിട്ടി. ഈ വോട്ട് മാത്രമാണ് ഇവർക്ക്. എന്ത് റിലീജൻ അവിടെ ഉള്ളത്? റിലീജൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആ ഷാക്കിറെ, ആദ്യം മനസ്സിലാക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ. ഈ സ്വർഗത്തുനിന്ന് പുറത്തേക്കാക്കിയ നമ്മളോട് പറഞ്ഞ നീ ഭൂമിയിൽ പോയി സുഖമായി ജീവിച്ചോ എന്ന് പറഞ്ഞ് അയച്ച നമ്മൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ നിങ്ങൾ ഞങ്ങളെ ജനവാതിൽ ഉണ്ടാക്കാൻ പാടില്ല, മൂടിക്കെട്ടണോ, ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പട്ടിണി എടുക്കേന് ഞാനൊക്കെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ആയിരക്കണക്കിന് പെണ്ണുങ്ങള് സൗദി അറേബ്യയിൽ ഇരുന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ പോയ സൗദി അറേബ്യ ആണോ ഷാക്കിർ ഇന്ന് കാണുന്ന സൗദി അറേബ്യ? ഇല്ല. ഹജ്ജിന് ഉംറക്കും പെണ്ണുങ്ങളും ആണുങ്ങളും വേറെ കഴിവുണ്ടാക്കി ടൈം വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ സമയത്തെ പെണ്ണുങ്ങൾ ഇറങ്ങാൻ പറയുന്ന തവാഫിന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും പറ്റൂല. അപ്പൊ ഇവിടെ ഇരുന്ന് പറയാ. പിന്നെ ഇവർക്കൊരു വിചാരമുണ്ട്. അപ്പൊ അതാണ് ഡോക്ടർ ആരിഫ് ഹുസൈനോടും ജാമിദ ടീച്ചറിനോടും ഇവർക്കുള്ള പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ഖുർആൻ ആയത്ത് ഓതി അർത്ഥം പറഞ്ഞു ഇവിടെ പറയും. അതെന്തിനാ പഠിപ്പിച്ചു കൊടുക്കണേ? എനിക്കിപ്പോ മെസ്സേജ് വരും, നിങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുത്തത്? അപ്പൊ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചെന്താ വെച്ചാൽ ഖുർആന്റെ അർത്ഥം ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. മൊയ്ലിയാരെന്താ പറഞ്ഞെന്ന്, കാരണവന്മാരെന്താ പറഞ്ഞെന്ന്. അത് പക്ഷെ എന്റെ കാരണവന്മാരൊക്കെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇന്നിപ്പോ ഇവര് മുസ്ലിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടല്ലോ. നാളെ ഇതേപോലെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ മത നേതൃത്വവും പറയുന്നു, ഹിന്ദു മത നേതൃത്വവും പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പുരോഗമനം, നമ്മുടെ ജനാധിപത്യം എവിടെ പോയി നിൽക്കും? ഇത് ഇവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടല്ല പൗരത്വ നിയമം. നമ്മൾ കണ്ടതാണ് പൊതു സിവിൽ കോഡ്. നവോത്ഥാന മതിൽ കെട്ടാൻ പോയവർ പോലും പ്രതികരിച്ചില്ല. അതിൽ പ്രതികരിക്കില്ലല്ലോ. അതെ, തന്നെയുമല്ല ഇപ്പൊ AP പറഞ്ഞത് ഒരു സ്ത്രീ പീരീഡ്സ് ആകുമ്പോൾ പുരുഷന് ബന്ധപ്പെടാൻ വേറൊരു സ്ത്രീ വേണം, അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. 4 ഭാര്യമാർക്ക് ഇവരെ എതിർത്ത് സംസാരിച്ചത്. അതുപോലെ മുത്തലാഖ് വിഷയത്തില് ഞാനും അബ്ദുള്ളയും കൂടി ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഫ്ലൈറ്റിൽ വരെ എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ അതിനകത്ത് ചോദിച്ചു, അതിനകത്ത് മെൻസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ലേഡീസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടോ? എല്ലാവർക്കും ഇറങ്ങണമല്ലോ. ഈ അപകടം പിടിച്ച വിവാഹം എന്ന് പറയുന്നതിനകത്തേക്ക് കയറി, എല്ലാ വിവാഹങ്ങളും അപകടമാണെന്നല്ല, ഏതെങ്കിലും ഒരു അപകടം പിടിച്ച വിവാഹത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒരു എക്സിറ്റ് വേണ്ട. ഇവരുടെ സ്ത്രീ വിരുദ്ധത അടിമുടി വ്യക്തമാണ്, നമുക്കറിയാം. ഒരു ചെറിയ തിരുത്തുണ്ട്, ചെറിയൊരു തിരുത്ത്. ഒരു സെക്കൻഡ് ഷാക്കിർ, ചെറിയൊരു തിരുത്ത്, ഒരു തിരുത്തുണ്ട്, ഒരു മിനിറ്റ്, ഒരു തിരുത്തുണ്ട്, ഒരു തിരുത്ത്. ഒരു ചോദ്യം. ഈ നിങ്ങൾ രണ്ടുപേരും ഇസ്ലാമിക നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ. ഞാനൊരു ചോദ്യം. BJPയുടെ നേതാവ് സാക്ഷി മഹാരാജ് ഹിന്ദു സ്ത്രീകൾ 4 പ്രസവിക്കണം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് ബദ്രികാശ്രമം ശങ്കരാചാര്യ 10 പ്രസവിക്കണം സ്ത്രീകൾ എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? അതിന് ഞമ്മക്കെന്താ ഷാക്കിറെ? അത് ഹിന്ദുക്കളുടെ നേതാവ് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ. കാന്തപുരത്തിന്റെ ആളുകളോട് പറയാമെങ്കിൽ ഹിന്ദുക്കളുടെ ആളുകൾക്ക് ഹിന്ദുക്കളുടെ ആളോട് പറഞ്ഞൂടെ? അല്ല 10 കുട്ടികളെ വേണമെന്ന് പറയാം, 4 കുട്ടികളെ പോരാന്ന് പറയാം. നിങ്ങൾക്ക് പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിനെ കുറിച്ച് കളവ്. അത് കളവല്ല ഷാക്കിർ. ഷാക്കിറിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ചോണയുള്ള പുരോഹിതന്മാരെ വിളിച്ചിട്ട് വരിക, പൊതുവേദിയിൽ നമ്മൾ സംവാദം നടത്തും. ഓക്കെ, സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. നിങ്ങൾ വിളിച്ചോണ്ടാ, ധൈര്യം വിളിച്ചിട്ടാ. ഒരൊറ്റ പുരോഹിതം വരില്ല. ഞാൻ ഇപ്പൊ പറയണു, ഷാക്കിർ കുടുങ്ങും. എന്തായാലും ഷാക്കിർ വെറുതെ കുടുങ്ങണ്ട. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഷാക്കിർ ഒരു ഉസ്താദ് വരാൻ പോകുന്നില്ല. ഷാക്കിർ, ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. കാരണം ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തതിന് പ്രത്യേക നന്ദി പറയുന്നു കേട്ടോ. ഷാക്കിർ, അത് കോറയിലെ ഏതോ മദ്രസ പ്രൊഡക്റ്റ് വെളുപ്പിച്ചതാണ്. അത് ഇവിടെ എടുക്കില്ല. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ മലപ്പുറത്തെ ഒരു ഉസ്താദിന്റെ മകളാണ് ഈയിടെ പൈലറ്റ് ആയത്. തലമുറകൾ പരിശോധിച്ചാൽ മുസ്ലിം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടി
വീടിന് പുറത്തേക്ക് പറന്നു പോയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി അസംഖ്യം വനിതാ പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പുരോഗമനത്തിൻ്റെ പാതയിലൂടെ ഇവരെല്ലാം ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇവരെ പിന്നോട്ട് പിടിച്ചു വലിക്കാനേ കാന്തപുരത്തെ പോലുള്ളവരുടെ പ്രസ്താവനകൾ ഉപകരിക്കൂ. മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്ന് പ്രതികരിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും ഷാക്കിറിന് കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷാക്കിർ വലിയ കാര്യമായിട്ട് ഒരു ആരിഫ് വന്നിട്ടുണ്ട്, ഉസ്താദ് ഒന്ന് വരണം നമുക്കൊന്ന് തോപ്പിക്കാന്ന് പറയും. എന്താ ഓൻ പറഞ്ഞെന്ന് ചോദിക്കും. ഓൻ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. ഏത് ഹദീസ്? ഉസ്താദ് ഹദീസ് എടുത്ത് നോക്കും. ഹദീസ് നോക്കുമ്പോൾ ഹദീസ് അവിടെ ഉണ്ട്, അവിടെ കൃത്യമാണ്, അത് സഹിയായ ഹദീസാണ്. അത് വെറുതെ അല്ല, ആ സാധനം ഇൻസ്ട്രക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ആയിഷ ഇങ്ങനെ മുഹമ്മദ് നബി നിന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ വരും ഈ സാധനം. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വലിഞ്ഞങ്ങ് മാറും. കാരണം എന്താണ്? തന്നെ അതിൽ ബാക്കി പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഉപമിച്ചിരിക്കുന്നത് ഞങ്ങളെ സ്ത്രീകൾ, അതായത് ഐ സോ ദ പ്രൊഫറ്റ്, അതായത് ഐ സെഡ് യു ഹാവ് മെയ്ഡ് അസ് വിമൻ ഡോഗ്സ് എന്നാണ് എഴുതി. ഞങ്ങൾ അപ്പോൾ പട്ടികളാക്കി മാറ്റിയോ എന്ന് ചോദിച്ചാണ്. ഇതാണ് ചോദിച്ചത്. അപ്പോൾ ഐ സോ ദ പ്രൊഫറ്റ് praying while I used to lie in my bed between him and the Qibla. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. അപ്പോൾ whenever I was in need of something I would slip away for I disliked to face him എന്നാണ് പറഞ്ഞത്. അതായത് മുഹമ്മദ് നബിയെ ഫേസ് ചെയ്യാൻ അവിടെ അനിഷ്ടമായി. അപ്പോൾ ഇതെന്താ? ഈ പറഞ്ഞ സാധനം ആയിഷ കേട്ടതാണ് മുഹമ്മദ് നബി പറഞ്ഞത് അതിൻ്റെ പേരിൽ. അപ്പോൾ ഈ സാധനം ഇതാണ് ആരിഫ് പറഞ്ഞത്, എന്നാൽ നമ്മൾ ആ വഴിക്ക് പോകണ്ടാട്ടോ എന്ന് ഉസ്താദ് പറയും. അവിടെ ഷാക്കിർ കുടുങ്ങും. അപ്പോൾ ഷാക്കിർ വെറുതെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം തിരിച്ചു വരുമെന്ന്. ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരാം. ഷാക്കിറിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ കുടുങ്ങണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളുടെ സംവാദം നിങ്ങൾ കണ്ടു. സംഗതി ഏതായാലും പൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, അതായത് ഇതാണ് നമ്മൾ ഈ എക്സ് മുസ്ലിംസ്, ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, ഞാൻ വീണ്ടും പറയാം, എക്സ് മുസ്ലിംസ് ഈ സമൂഹത്തിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ഇപ്പം ഒന്ന് ആലോചിക്കുക. ഇപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളുള്ളത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ വെളിച്ചത്ത് വരുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവരിത് ഒളിപ്പിച്ച് വെക്കും, ഇത് പുറത്ത് പറയില്ല, ഇത് ഇങ്ങനെ വെളുപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പോൾ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അതിനെ പോലും വെളുപ്പിച്ചത് എവിടെ നിന്നാണ്? കോറ, ഏതോ ഒരു മദ്രസ പ്രോഡക്റ്റ് അവിടെ ജീവി ഇരുന്ന് വെളുപ്പിച്ച് കോറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നത്. ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് വീഡിയോ രണ്ടാമത് ഇടുമ്പോൾ അതിനകത്തേക്ക് കാണിക്കാം. ആ കോറയിൽ പോയി തപ്പി നോക്കിയിട്ട് ഏതോ ഒരു മറ്റേ ന്യായീകരണ യന്ത്രം ഓൾറെഡി വെളുപ്പിച്ചത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ പുള്ളിക്ക് അത് വായിച്ചപ്പോൾ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി, എന്തോ തോന്നി, അങ്ങനെ എടുത്തുകൊണ്ട് വന്നാണ്. വീണ്ടും അവിടെ പൊളിയാണ്. പിന്നെ അയാൾ രണ്ടാമത് പറഞ്ഞ ആ ഹദീസ് തൊട്ടിട്ടില്ല, അതും തൊടാൻ പറ്റില്ല. കാരണം എന്താണ്? അതുള്ളതാണ്. ഇത് എപ്പോഴാ ഇത് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊരു ചർച്ച നമ്മൾ സുന്നി സോൾജർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ പുള്ളിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് ചർച്ച ക്ലബ് ഹൗസിൽ നടക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, സ്ത്രീകൾ അവർ എപ്പോഴും വീടിനകത്തിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടൊരു ചർച്ചയാണ്. അപ്പോൾ അതിൽ പുള്ളി അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഓതി തന്ന ഹദീസാണ്. എന്ത്? മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു ഹദീസ് തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓതിയ ഹദീസാണ് ഈ ഹദീസ്. അതായത് ഇങ്ങനെ ഒരു രാജ്ഞി അവിടെ ചാർജ് എടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു ആ നാട് കോണം പിടിക്കില്ല എന്ന്. ഇത് നമ്മുടെ നാട്ടിൽ ഈ നബിദിനത്തിനൊക്കെ കയ്യിൽ മറ്റേ പ്ലക്കാർഡും പിടിച്ചിട്ട് കുട്ടികൾ നിൽക്കുന്ന ഫോട്ടോ വരെ ഇവിടെ പ്രചരിച്ചിരുന്നതാണ്. ഇതാണ് നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളുള്ളപ്പോഴാണ് ഇവരെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഞങ്ങൾ മതവിധി പറയാനല്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിനെ തള്ളി നോക്കുന്നത്. പക്ഷേ മതവിധി പറഞ്ഞു തന്നെയാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടായത്. അവർ ഒരു വശത്തൂടെ പൊളിറ്റിക്സ് പറയും, അപ്പുറത്തെ വശത്തുകൂടെ മതവിധിയും പറയും. ഇതാണ് ആ മതത്തിൽ, ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ പറഞ്ഞിരുന്നത് മതവിധിയാണ്. മുസ്ലിം ലീഗിലെ ആളുകൾ ഏതെങ്കിലും വിധേന അങ്ങോട്ടും ഇങ്ങോട്ടോ മാറി വല്ല കല്യാണമൊക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ എതിർ ചേരിയിലുള്ള ആളുകൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദാഹരണം പറഞ്ഞു, മകൾ, അത് കല്യാണത്തെ വ്യഭിചാരം എന്ന് വിളിച്ചത് കല്ലായി, അബ്ദുറഹിമാൻ കല്ലായി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എങ്ങാണ്ടാണ് അന്ന് പറഞ്ഞാണ്. അപ്പോൾ പുള്ളി അത് വലിയ വിവാദമായപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ മതവിധിയാണ് പറഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, മതവിധിയാണ് പറഞ്ഞത്. ഷാക്കിറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ എന്തോ അനുഭവമാണ്. എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗ് ആയതുകൊണ്ടായിരിക്കും. യൂത്തനാണല്ലോ, പുതിയ പ്രൊഡക്റ്റാണ്, പുതിയ ബാച്ചാണ്, അതിൻ്റെ പ്രശ്നമാണ്. കുറച്ചങ്ങ് കഴിയുമ്പോൾ ശീലമായിക്കോളും. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ചോദ്യം ഇദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എ പി ഉസ്താദ് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾക്കെന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. നമ്മളവിടെ തിരിച്ചു ചോദിച്ചു, ഏതെങ്കിലും ഹിന്ദു സന്യാസിമാർ വന്ന് ഹിന്ദുക്കളെടുത്ത് പോയി കാക്കാമാരെ കൊല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താ? അപ്പോൾ
അവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം, ഇപ്പുറത്ത് വന്ന് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് അവർ തന്നെ ചോദിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് രണ്ടിനോടും നമ്മൾ എതിർത്ത് പറയുന്നത്? കാരണം ഇത് ഒരു പൊതുസമൂഹം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് പ്രശ്നമാണ്. അത് കേൾക്കുമ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യമാണ് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതുപോലുള്ള വിഷയങ്ങൾ തുടർന്നും ഇടപെട്ടേ പറ്റുള്ളൂ, ഇടപെടും. അന്നേരം വന്നിട്ട് അത് ഞങ്ങൾ അവരോട് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പരിപ്പ് വേവില്ല എന്നത് ഷാക്കിറിനെ പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏത് കൊലകൊമ്പൻ നേതാവാണെങ്കിലും നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു, ഇദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവന്നു, ആർ.യു. ബാബു ഓൺ ദ സ്പോട്ട് അതിനെ തള്ളിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കണം, കാന്തപുരത്തെ ഇതേപോലെ തള്ളാൻ, ആ പറഞ്ഞത് ശരിയല്ല, അതൊരു പിന്തിരിപ്പൻ ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ ഇവിടെ ഷാക്കിറിനായിട്ടില്ല. ഷാക്കിർ ഒറ്റ വാക്കിൽ അത് പറയേണ്ട കാര്യമുള്ളൂ, അത് പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഈ പ്രശ്നം. ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് വലിയ പുരോഗമനമാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ താലിബാനിസം തന്നെയാണ് എന്നതല്ലേ ഈ വരുന്നത്. അവിടെയല്ലേ ഈ പ്രശ്നം കിടക്കുന്നത്. ഇത് ബാക്കിയുള്ള മുസ്ലിങ്ങളും ഇങ്ങനെ ചെയ്യാനുള്ളൊരു പ്രവണതയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും നമുക്ക് ഇതേപോലുള്ള വിഷയങ്ങൾ ചർച്ചയാവുമ്പോൾ നമുക്ക് കൂടുതൽ നേരം പറയാം. ഏതായാലും ഇന്നത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എന്താണ് 4 പേര്, ഞാനും ജാമിദ ടീച്ചറും നുസ്രത്ത് ജഹാനും അതുപോലെ ഷാക്കിറും, 4 പേര് നമ്മളെ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു ചർച്ച ആദ്യമായിട്ടാണ്. ജനം TV മുഴുവൻ ഇതേപോലെയാണെന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതുപോലെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ആളുകൾ, സ്വതന്ത്രീകരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ പറയുന്നതാണ് ഞങ്ങൾ ജനം TV പോകില്ല, അവിടെ പോയി എന്താ സാധനം അഴിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. ഈ വിഷയം ഉണ്ടായിട്ട് വേറെ ഒരു ചാനലും എക്സ് മുസ്ലിങ്ങളെ വിളിച്ചിട്ടില്ല. എന്നാൽ ഇത് വിളിച്ചപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റുള്ള എല്ലാ ചാനലിലും വന്ന് ഇപ്പം ഇന്നലെ നമ്മളിവിടെ ചർച്ച ചെയ്തു. അതിനകത്ത് ഷിനാസ്, അതുപോലെ തന്നെ BP സുഹറ, അവർ വന്നിട്ട് ഇസ്ലാമിനെ വെളുപ്പിച്ചിട്ടാണ് പോയത്. പറയുമ്പോൾ ഉസ്താദ് അവിടെ ഇരുന്നിട്ട് കാര്യം പറയുമ്പോൾ ആ അവതാരകൻ കഷ്ടപ്പെട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഈ 2 പേരും ഇരുന്നിട്ട് യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വെളുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് എല്ലാ ചാനലിലും അതാണ് നടന്നിരുന്നത്. ഇന്നലെ മിനിയാന്നുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറയുക? അത് എക്സ് മുസ്ലിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞാൽ ഇവരെ ഈ കൊണ്ടു കിടക്കുന്ന എല്ലാ സാധനവും പൊളിയും. അപ്പോൾ അതിനുള്ള അവസരമാണ് ജനം TV പോലുള്ള TV നമുക്ക് വെച്ച് തരുന്നത്. അങ്ങനെ വന്ന് കുറേ അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ചാനലുകൾക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്താണ് ഇവർക്കെങ്കിലും ഇത്രയെങ്കിലും ധൈര്യമൊക്കെ വന്നത്. കുറച്ചുകൂടി അങ്ങ് പോയാൽ കൂടുതൽ ധൈര്യം ഇനിയും വരികയാണ് ചെയ്യുക. അങ്ങനെ വന്നാൽ അത് കൂടുതൽ ഗുണമല്ലേ, സമൂഹത്തിനല്ലേ ഗുണം. അത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വിളിച്ചാലും പോകുന്നത്. പിന്നെ അതോടൊപ്പം നമ്മൾ പറയുന്നു ബാക്കിയുള്ള ചാനലും വിളിച്ചാലും പോകുന്നേ, അവർ വിളിക്കാത്തന്നെ നമ്മൾ എന്ത് ചെയ്യും? മീഡിയ 1 വിളിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എക്സ് മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മീഡിയ 1 ഏതായാലും വിളിക്കില്ല. പിന്നെ ബാക്കിയുള്ള ചാനലുകൾ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി അല്ലെങ്കിൽ അങ്ങനത്തെ ചാനലുകൾ വിളിച്ചേക്കാം. ഇപ്പോൾ ഏതായാലും വിളിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷയമൊക്കെ വരുമ്പോൾ അവർ ഒന്ന് പേടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ നമ്മൾ പോവും. വിളിക്കാത്തതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിളിച്ചോടത്ത് പോവാതിരിക്കാനും നമുക്ക് കഴിയില്ല, പോവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. നിർത്താനാണ് പറയുന്നത്, തൊണ്ട കിച്ച് കിച്ച്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസമൊക്കെ കാണാം. നിങ്ങൾ വീണ്ടും അത് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.